ഗൈസ് നേരത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഒരു ഡിലേ വന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിർത്തി കൊടുത്തുനിന്ന് തന്നെ തുടങ്ങുകയാണ് ദ ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ടാണെങ്കിൽ ടിഷ്യൂ വേണം. ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ അറേഞ്ച് ചെയ്തിട്ടാണ് ടിഷ്യൂ സിസ്റ്റം ഉള്ളത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഏത് ടിഷ്യൂ പ്ലാന്റിൻ്റെ ഏത് ലൊക്കേഷൻ അനുസരിച്ചിട്ട് അത് ഡിഫറെൻറ്റ് ഫങ്ഷനും ഡിഫറെൻറ്റ് സ്ട്രക്ചറും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ടിഷ്യൂ എങ്ങനെയാണ് പ്ലാന്റ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ദ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, ഹിയർ വി ആർ ഡിസ്കസിങ് ടിഷ്യൂ ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് സെൽ പ്രസൻറ്റ്. ഓക്കെ, let us now consider how tissue vary depending on the location. How tissue vary depending on their location in the plant body. Their structure and function would also be dependent on the location. അതായത് ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഒരു ടിഷ്യൂ അതിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും ഡിഫറൻഷിയേഷൻ കാണിക്കും. അതായത് ഷൂട്ടിലും റൂട്ടിലും ഒരു സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ട്, പക്ഷേ ഷൂട്ടിൽ കാണിക്കുന്ന ഫങ്ഷൻ ആയിരിക്കില്ല അത് റൂട്ടിൽ കാണിക്കുക. ഓക്കെ, മെയിൻലി ഒരു പ്ലാന്റ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് 3 ടൈപ്സ് ഓഫ് ടിഷ്യൂ സിസ്റ്റം വഴിയാണ്. ഒന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, 2 ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, 3 വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. പേര് കേട്ടാൽ നമുക്കറിയാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണ്? ഔട്ടർമോസ്റ്റ് കവറിങ് ഓഫ് എ പ്ലാന്റ് ബോഡി. ഒരു പ്ലാന്റിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണെന്ത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. രണ്ടാമത്തെ ടിഷ്യൂ സിസ്റ്റം ഏതാ? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്താ? ഒരു പ്ലാന്റിൻ്റെ കണ്ടക്റ്റിംഗ് പാർട്ട്, അതായത് വാട്ടർ, മിനറൽ, ഫുഡ്, ഈ 3 എലമെൻസിനും കണ്ടക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റവും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും അല്ലാത്ത എല്ലാ ടിഷ്യൂവിനെയും ഓൾ ടുഗദർ നമ്മൾ പറയുന്ന പേരാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഇനി നമുക്ക് ഓരോ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം forms the outermost covering of the whole plant body and comprises epidermal cells, stomata, epidermal appendages like trichomes and hairs. എന്താ പറയുന്നത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം covers the outermost layer of the plant body. Okay, പ്ലാന്റ് ബോഡിയെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയൊക്കെ ഉണ്ടായിരിക്കും? ഒന്ന് എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും, സ്റ്റൊമാറ്റ ഉണ്ടായിരിക്കും, എപ്പിഡെർമൽ അപ്പൻഡേജസ് ആയിട്ടുള്ള ട്രൈക്കോംസ് ഉണ്ടായിരിക്കും, ഹെയേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പിഡെർമൽ സെൽസ് അതായിരിക്കും ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് കവറിങ്. ഈ ഔട്ടർമോസ്റ്റ് കവറിങ്ങിനായിട്ടുള്ള എപ്പിഡെർമൽ സെൽസിൽ വരുന്നതാണ് സ്റ്റൊമാറ്റ. പിന്നെ വരുന്നതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് നമ്മൾ പറയുന്നത് 2 എണ്ണമാണ്. ഏതൊക്കെ? ട്രൈക്കോംസും ഹെയേഴ്സും. അതെങ്ങനെയാണ് 2 എണ്ണം വന്നത്? ഷൂട്ടിൽ കാണുന്ന എപ്പിഡെർമൽ അപ്പൻഡേജസ് ആണ് ട്രൈക്കോംസ്. റൂട്ടിലാണെങ്കിൽ നമ്മളതിനെ റൂട്ട് ഹെയേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് ഓരോ എലമെൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. The epidermis is the outermost layer of the plant body. Okay, epidermis is the outermost layer of the primary plant body. It is made up of elongated, compactly arranged cells. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ പ്രൈമറി പ്ലാന്റ് ബോഡി. അതിലെന്തൊക്കെ ഉണ്ട്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലോങ്ങേറ്റഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് വിച്ച് ഫോം എ കണ്ടിന്യൂസ് ലെയർ. അത് നിങ്ങൾക്ക് കാണണ്ട അതിൻ്റെ ഒരു ചിത്രം. അപ്പോൾ നമുക്കൊരു ഡൈക്കോട്ട് റൂട്ട് എടുക്കുകയാണ്. ഡൈക്കോട്ട് റൂട്ട് എടുക്കുമ്പോൾ നോക്കൂ, ഇതാണ് ഔട്ടർമോസ്റ്റ് ലെയർ. ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ഔട്ടർമോസ്റ്റ് ലെയർ. ഇതെങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് അല്ലേ, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് അല്ലേ, എന്തെങ്കിലും സ്പേസോ എന്തെങ്കിലും ഉണ്ടോ? കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് അറേഞ്ച്ഡ് ആണ്. കണ്ടോ, ഒരു സ്പേസും ഇല്ല, ഇലോങ്ങേറ്റഡ് ആണ്. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എപ്പിഡെർമിസ്. ഇത് നമ്മൾ ഏതെടുത്താലും ഇങ്ങനെ തന്നെയാണ് കാണാം. ഒരു പ്രൈമറി പ്ലാന്റ് ബോഡിയുടെ ഔട്ടർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് എപ്പിഡെർമിസ്. ഈ എപ്പിഡെർമിസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്.
It is made up of elongated, compactly arranged cells which form a continuous layer. Epidermis is usually single layered. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു പിങ്ക് ലെയർ മാത്രമേ കണ്ടുള്ളൂ. എപ്പിഡെർമിസ് ഈസ് യൂഷ്വലി സിംഗിൾ ലെയർഡ്, ഒറ്റ ലെയറായിട്ടേ കാണുള്ളൂ. എപ്പിഡെർമൽ സെൽസ് ആർ പാരൻകൈമേറ്റസ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ലൈനിങ് ദ സെൽ വാൾ ആൻഡ് എ വാക്യൂൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടിഷ്യൂ അറിയാതെ ടിഷ്യൂ സിസ്റ്റം പഠിക്കാൻ പോയിട്ട് നമ്മൾ കാര്യമില്ല. അതുകൊണ്ടാണ് പാരൻകൈമയും സ്ക്ലീറൻകൈമയും കോളൻകൈമയും കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ നേരത്തെ തന്നത്. അപ്പോൾ എപ്പിഡെർമൽ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിൻലി പാരൻകൈമേറ്റസ് സെൽസ് വെച്ചിട്ടാണ്. ഈ പാരൻകൈമേറ്റസ് സെൽസിൽ മെയിനായിട്ട് എന്താ ഉള്ളത്? ഒരു സെൽ വാൾ ഉണ്ടായിരിക്കും. സെൽ വാളിൻ്റെ ഉള്ളിൽ ഒരു ലാർജ് വാക്യൂൾ ഉണ്ടായിരിക്കും. അതിനെ ലൈൻ ചെയ്തിട്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. ദ ഔട്ട്സൈഡ് ഓഫ് ദ എപ്പിഡെർമിസ് ഈസ് ഓഫൺ കവേർഡ് വിത്ത് എ വാക്സി തിക്ക് ലെയർ കോൾഡ് ക്യൂട്ടിക്കിൾ. എന്താണ് ഈ വാക്സി തിക്ക് ലെയർ ആയിട്ടുള്ള ക്യൂട്ടിക്കിളിൻ്റെ ഉപയോഗം? ഒരു ഔട്ടർ മോസ്റ്റ് കവറിൽ ഒരു വാക്സ് കൊണ്ട് തേച്ച് വെച്ചാൽ എന്താ ഉപയോഗം? ഇറ്റ് പ്രിവെൻറ്റ് വാട്ടർ ലോസ്. ക്യൂട്ടിക്കിൾ വിച്ച് പ്രിവെൻറ്റ് ദി ലോസ് ഓഫ് വാട്ടർ. അതായത് ഇപ്പോൾ എപ്പിഡെർമിസ് പറഞ്ഞ ഒരു പ്ലാന്റ് ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ്. സൂര്യൻ വന്നിട്ട് എന്താ, സൂര്യൻ്റെ മെയിൻ പണി എന്താ? നമ്മുടെ പ്ലാന്റിലുള്ള വാട്ടറിനെ വലിച്ചെടുത്ത് കൊണ്ടുപോവുക. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പിഡെർമിസിൽ വാക്സി തിക്ക് ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ക്യൂട്ടിക്കിൾ ഈസ് ആബ്സെൻറ്റ് ഇൻ റൂട്ട്സ്. എന്താ കാരണം? സണ്ണിന് റൂട്ടിൽ വന്നിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ റൂട്ടിൽ ക്യൂട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ക്യൂട്ടിക്കിൾ റൂട്ട്സിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, എപ്പിഡെർമിസ് കഴിഞ്ഞു. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പറഞ്ഞതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗമാണ് സ്റ്റൊമാറ്റ. ഓക്കെ, സ്റ്റൊമാറ്റ ആർ സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ലീവ്സ്. അതായത് എപ്പിഡെർമിസിൽ കാണുന്ന വേറൊരു സ്ട്രക്ചർ തന്നെയാണ് എന്ത്? സ്റ്റൊമാറ്റ. പക്ഷേ സ്റ്റൊമാറ്റ എല്ലായിടത്തും കാണുമോ? ഇല്ല. എന്താ? അതിൻ്റെ ഫങ്ഷൻ നിർവഹിക്കാനുള്ള സ്ഥലത്ത് മാത്രമേ സ്റ്റൊമാറ്റോ കാണുള്ളൂ. സ്റ്റൊമാറ്റേൻ്റെ ഫങ്ഷൻ എന്താ? സ്റ്റൊമാറ്റയിൽ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. അത് ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യും, ട്രാൻസ്പിറേഷന് സഹായിക്കും, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റൊമാറ്റ സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ദി എപ്പിഡെർമിസ് ഓൺലി ഓൺ ദി ലീവ്സ്. അതായത് ഇലകളിൽ മാത്രമേ ഇലകളിലുള്ള എപ്പിഡെർമിസിൽ മാത്രമേ ആരെ കാണുള്ളൂ? സ്റ്റൊമാറ്റയെ കാണുന്നു. ഓക്കെ, സ്റ്റൊമാറ്റ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഇപ്പോൾ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറയും? ട്രാൻസ്പിരേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? ഓക്സിജനെ വലിച്ചെടുക്കുന്നു, ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നു. ഓൾസോ നമ്മൾ നൈട്രജൻ ഫിക്സേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് മിനറൽ ന്യൂട്രീഷനിൽ. അതിനാവശ്യമായിട്ടുള്ള നൈട്രജനെ അസിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജനെയും സംടൈംസ് അബ്സോർബ് ചെയ്യും അറ്റ്മോസ്ഫിയറിന്. അതാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ ട്രാൻസ്പിരേഷൻ. പലർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡിയിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ എക്സസ് ഓഫ് വാട്ടർ പ്ലാന്റ് ബോഡിയിലുണ്ടെങ്കിൽ അത് ടെർജിഡ് ആവും. ടെർജിഡായിട്ട് പ്ലാന്റിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് സൂര്യൻ്റെ ഹീറ്റ് കാരണം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റൊമാറ്റയിലൂടെ പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ സ്റ്റൊമാറ്റയുടെ രണ്ട് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആൻഡ് ട്രാൻസ്പിരേഷൻ. ഇനി അടുത്ത് സ്റ്റൊമാറ്റേൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സ്റ്റൊമാറ്റേൻ്റെ സ്ട്രക്ചർ നോക്ക്. രണ്ട് പയറുമണി പോലത്തെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ? 2 bean shaped cells arranged. Each stoma is composed of 2 bean shaped cells known as guard cells. എന്താണ്? ഗാർഡ് സെൽസ്. ഇതിനെ പറയുന്ന പേരാണ് ഗാർഡ് സെൽസ്. ഓക്കെ, ഗാർഡ് സെൽസ്. ഇങ്ങനെ രണ്ട് പയറുമണി പോലത്തെ സ്ട്രക്ചർ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഗാർഡ് സെൽസ്. ഇങ്ങനെ രണ്ടെണ്ണം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ സെൻട്രൽ ഒരു പോറ് കണ്ടോ? ഒരു ഓട്ട കണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിരേഷനും നടക്കുന്ന ഹോളാണ് ഈ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. ഓക്കെ, ഇനി അതിൻ്റെ വിസിനിറ്റി കണ്ടോ? വിസിനിറ്റിയിൽ നമുക്ക് കുറേ സെല്ലുകളെ കാണാം. അതെന്താണെന്ന് നോക്കാം. മൂന്നാമത്തെയാണ് the outer walls, subsidiary cells. Sometimes few epidermal cells in the vicinity of the guard cells become specialized in their shape and function and size, known as subsidiary cells. എന്താണ്? സ്റ്റൊമാറ്റേൻ്റെ അതായത് ഗാർഡ് സെൽസിൻ്റെ ചുറ്റുമുള്ള സം ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ചില ടിഷ്യൂസുകൾ എന്തായിരിക്കും? സ്പെഷ്യലൈസ് ചെയ്യും സ്ട്രക്ചറിലും സൈസിലും. അങ്ങനത്തെ സെൽസിനെ പറയുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. അപ്പോൾ സ്റ്റൊമാറ്റയെ കുറിച്ച് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? അതിൻ്റെ
രണ്ട് ഫങ്ഷൻ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിറേഷനും. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ മെയിനായിട്ട് ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസ് ഉണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്ററിൽ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ഉണ്ടായിരിക്കും. അതിൻ്റെ വിസിനിറ്റിയിൽ സബ്സിഡറി സെൽസ് ഉണ്ടായിരിക്കും. ഇനി ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസ് മാത്രമാണോ കാണുക? അല്ല, ഡംബൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കാണും. ഡംബൽ ഷേപ്പ്ഡ് ഉള്ളതായിട്ട് ആരിലൊക്കെയാണ് കാണുക? ഇൻ ഗ്രാസസ്, അതായത് മെയിൻലി മോണോക്കോട്ട്. ഇൻ ഗ്രാസസ് ഗാർഡ് സെൽസ് ആർ ഡംബൽ ഷേപ്പ്ഡ്. ഈ ചിത്രം നോക്കൂ, കണ്ടോ? ഡംബൽ ഷേപ്പ് അറിയാത്തതായിട്ട് ആരും ഇല്ലല്ലോ. ഡംബൽ ഷേപ്പിലായിട്ടായിരിക്കും ഗാർഡ് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലാതെ ബീൻ ഷേപ്പ്ഡ് ആയിട്ടല്ല. ആരിൽ? ഗ്രാസസിൽ. ഇൻ ഗ്രാസസ് ഗാർഡ് സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡംബൽ ഷേപ്പ്ഡ്. ഇനി ഗാർഡ് സെൽസിൻ്റെ പ്രത്യേകതയാണ്. ഗാർഡ് സെൽസിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഗാർഡ് സെൽസിൻ്റെ ഉള്ളിൽ കണ്ടോ ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ടറിൽ നോക്കൂ, അത്ര ഡാർക്ക്നെസ് ഇല്ല. കാരണം ഉള്ളിൽ ആണ് തിക്നെസ് കൂടുതൽ, പുറത്ത് തിക്നെസ് കുറവാണ്. ദ ഔട്ടർ വാൾസ് ഓഫ് ഗാർഡ് സെൽസ് ആർ തിൻ. ഔട്ടർ വാൾസ് ഓഫ് ഗാർഡ് സെൽസ് ആർ തിൻ. കണ്ടോ, ഇത് തിന്നാണ്. വെറാസ് ദ ഇന്നർ വാൾസ് ആർ ഹൈലി തിക്കൻഡ്. ഇന്നർ വാൾസ് ഹൈലി തിക്കൻഡ്. സാധാരണ നമ്മൾ എന്തിൻ്റെ സ്ട്രക്ചർ വരുമ്പോൾ ഔട്ടർ വാൾസ് തിക്കനും ഇന്നർ വാൾ തിന്നുമായിട്ടാണ് പറയുക. പക്ഷേ സ്റ്റൊമാറ്റയുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ഓക്കെ, അതങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇന്നർ വാൾസ് ആർ മോർ തിക്കർ ദാൻ ഔട്ടർ വാൾസ്. ഓക്കെ. ദ ഗാർഡ് സെൽസ് പോസസ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതിൻ്റെ ഫംഗ്ഷൻ എന്താ? ദേ റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. അതായത് ഈ ഗാർഡ് സെല്ല് ഇങ്ങനെയല്ല നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഗാർഡ് സെല്ല് ഒന്നും കൂടി വലുതായ അപ്പർച്ചർ വലുതാവും. അപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിറേഷനും നടക്കും. അത് ഫ്ലാസിഡായ ഇങ്ങനെയാകും, അടഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പിറേഷനും ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും പ്രോപ്പറായിട്ട് നടക്കില്ല. അതിന് സഹായിക്കുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ് എവിടെയുള്ളത്? ഗാർഡ് സെൽസിൽ. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു? എപ്പിഡെമൽ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ എപ്പിഡെമിസ് പറഞ്ഞു, അതിലുള്ള സ്റ്റൊമാറ്റ പറഞ്ഞു. സ്റ്റൊമാറ്റ കഴിഞ്ഞാൽ ഇനി അടുത്തത് വരുന്നത് എപ്പിഡെമൽ അപ്പൻഡേജസ് ആണ്. എപ്പിഡെമൽ അപ്പൻഡേജസ് എന്താണ്? യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ഓഫ് ദ എപ്പിഡെമിസ്. യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ഓഫ് ദ എപ്പിഡെമിസ് ഈസ് കോൾഡ് എപ്പിഡെമൽ അപ്പൻഡേജസ്. പക്ഷെ അത് എപ്പോഴും യൂണിസെല്ലുലാർ ആവണമെന്നില്ല. റൂട്ടിലാണെങ്കിൽ എപ്പിഡെമിസ് യൂണിസെല്ലുലാർ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് റൂട്ട് ഹെയേഴ്സ് ഉണ്ടാവും. പക്ഷേ ഷൂട്ടിലാണെങ്കിൽ അത് യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ആയിരിക്കില്ല പലപ്പോഴും, അത് മൾട്ടി സെല്ലുലാർ ഇലോങ്ങേഷൻ ആയിരിക്കും. അങ്ങനെ ഷൂട്ടിലുണ്ടാവുന്ന സ്ട്രക്ചർ എപ്പിഡെമൽ അപ്പൻഡേജ് ആണ് എന്ത്? ട്രൈക്കോം. അപ്പം നമുക്ക് വായിച്ചു നോക്കിയാലോ. ദ സെൽസ് ഓഫ് ദ എപ്പിഡെമിസ് ബിയർ നമ്പർ ഓഫ് ഹെയേഴ്സ്. ഓക്കെ, അതായത് എപ്പിഡെമിസിൽ ലാർജ് നമ്പർ ഓഫ് ഹെയേഴ്സ് കാണും. നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ഡൈക്കോട്ട് റൂട്ടാണ്. ഈ ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഇവിടെ നോക്കൂ, ഫുൾ ഹെയേഴ്സാണ്. ഇതാണ് പറയണത്. ഡൈക്കോട്ട് റൂട്ടായാലും എന്ത് ടൈപ്പ് റൂട്ടായാലും എപ്പിഡെമിസ് ബിയർ ലാർജ് നമ്പർ ഓഫ് ഹെയേഴ്സ്. The root hairs are unicellular elongation of the epidermis cells and help absorption of water and minerals from the soil. അതായത് റൂട്ടിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ഏതാ? എപ്പിഡെമിസ് യൂണിസെല്ലുലാർലി ഇലോങ്ങേറ്റ് ചെയ്തിട്ട് വിച്ച് ഹെൽപ്സ് ഇൻ ദ ഫങ്ഷൻ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് മിനറൽ അബ്സോർപ്ഷൻ. മിനറലിനെയും വാട്ടറിനെയും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ റൂട്ട് ഹെയേഴ്സ്. അതുപോലെ തന്നെ സ്റ്റെമ്മിലുള്ള എപ്പിഡെമിസും ഇലോങ്ങേറ്റ് ചെയ്യും, പക്ഷെ അത് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് ട്രൈക്കോംസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ട്രൈക്കോംസിന് നേരത്തെ പറഞ്ഞ മാതിരി വാട്ടറിനും മിനറലിനും അബ്സോർബ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അത് ഉള്ളത് സ്റ്റെമ്മിലാണ്. പക്ഷെ അത് എന്ത് പ്രിവെൻറ്റ് ചെയ്യും? അത് ട്രാൻസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യും. ട്രൈക്കോംസ് ഇൻ ദ ഷൂട്ട് സിസ്റ്റം യൂഷ്വലി മൾട്ടി സെല്ലുലാർ. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ മാതിരി യൂണിസെല്ലുലാർ അല്ല. ദേ മേ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്, സോഫ്റ്റ് ഓർ സ്റ്റിഫ്. ഇതർ ബ്രാഞ്ചഡ് ആയിരിക്കാം അല്ലെങ്കിൽ അൺബ്രാഞ്ചഡ് ആയിരിക്കാം. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റിഫ് ഓർ സ്റ്റേൺ ആയിരിക്കാം. ദേ മേ ഈവൻ ബി സെക്രീറ്ററി. നമ്മൾ ചില പ്ലാന്റ്സിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ദ്രാവകം ഒഴുകി വരുന്നത്? അത് ഈ ട്രൈക്കോംസ് കാരണമാണ്. ദേ മേ ഈവൻ ബി സെക്രീറ്ററി. ഓക്കെ, ഇതാണ് അതിൻ്റെ മേജർ പോയിന്റ്. ട്രൈക്കോംസ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് ദി വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യും. ട്രാൻസ്പിറേഷൻ എന്തിനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? എക്സസ് ഓഫ് ട്രാൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ പ്ലാന്റ്സിന് എന്താ സംഭവിക്കുക? പ്ലാന്റ്സിൽ നിന്ന് എക്സസ് ഓഫ് വാട്ടർ എലിമിനേറ്റ് ആയി പോകും. പ്ലാന്റ്സിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ആയി പോയാൽ പ്ലാന്റ്സ് ഡീഹൈഡ്രേറ്റ് ആയി ഡെഡായി പോകും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞാൽ ഒരു പ്ലാന്റ് ബോഡിയുടെ ഔട്ടർമോസ്റ്റ് കവറിങ്ങിനെ പറയുന്ന പേരാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. മെയിനായിട്ട് അതിൽ എന്തൊക്കെയുള്ളത്? ഔട്ടർമോസ്റ്റ് ആയിട്ട് എപ്പിഡെർമിസ് ഉണ്ട്, പിന്നെ സ്റ്റൊമാറ്റയുണ്ട്, എപ്പിഡെർമൽ അപ്പൻഡേജസ് ആയിട്ടുള്ള ട്രൈക്കോംസും ഹെയേഴ്സും ഉണ്ട്. പിന്നെ എപ്പിഡെർമിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിഡെർമിസ് എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് ആണ്, കണ്ടിന്യൂസ് ലെയർ ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്, സിംഗിൾ ലെയർ ആയിരിക്കും. ഓക്കെ, എപ്പിഡെർമിസ് ഈസ് സിംഗിൾ ലെയർ ഓഫ് തിക്നെസ് ആയിരിക്കും. ഇനി അടുത്തതാണ് നമ്മൾ സ്റ്റൊമാറ്റയെ കുറിച്ച് പറഞ്ഞു. സ്റ്റൊമാറ്റയുടെ മെയിൻ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിരേഷനും. സ്റ്റൊമാറ്റേൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത്. ബീൻ ഷേപ്പ്, കൂടുതൽ പ്ലാന്റ്സിലും കാണാം ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസ് ഉണ്ടായിരിക്കും. അതിന് സെൻറ്ററിലായിട്ട് ഒരു സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ ഉണ്ടായിരിക്കും. അതിന് വിസിനിറ്റിയിലുള്ള എപ്പിഡെർമൽ സെൽസ് സ്ട്രക്ചറലി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സബ്സിഡിയറി സെൽസായിട്ട് മാറും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാസിൻ്റെ ഗാർഡ് സെൽസിനെ കുറിച്ച് പറഞ്ഞു. എന്താ ഡിഫറൻസ്? ഗ്രാസിൻ്റെ ഗാർഡ് സെൽസ് മെയിൻലി ഡംബൽ ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, ആ ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞതാണ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് റൂട്ടിലാണെങ്കിൽ എന്തായിരിക്കും? റൂട്ട് ഹെയർ ആയിരിക്കും. ഷൂട്ടിലാണെങ്കിൽ ട്രൈക്കോംസ് ആയിരിക്കും. റൂട്ട് ഹെയറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ടറിൻ്റെയും മിനറലിൻ്റെയും അബ്സോർപ്ഷൻ. ഷൂട്ടിലുള്ള ട്രൈക്കോംസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രിവെൻറ്റ് ട്രാൻസ്പിരേഷൻ. ഓക്കെ, എപ്പിഡെർമൽ സിസ്റ്റം ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റവും അല്ലാത്ത കംപ്ലീറ്റ് ടിഷ്യൂവിനെ പറയുന്ന പേരാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനെ എങ്ങനെയാണ്? ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ട് ടിഷ്യൂ. All tissue except epidermis and vascular tissue system constitute ground tissue system. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ മെയിനായിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂ സച്ച് ആസ് പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ. പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ 3 ടൈപ്പ് സിമ്പിൾ ടിഷ്യൂ ആണുള്ളത്. പാരങ്കൈമറ്റൽ സെൽസ് ആർ യൂഷ്വലി പ്രസൻറ്റ് ഇൻ ദ കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ്. ഓക്കെ, പാരങ്കൈമറ്റസ് സെൽസ് എവിടെയാണ് മെയിനായിട്ട് കാണുക? കോർട്ടെക്സിൽ കാണും, പെരിസൈക്കിളിൽ കാണും, പിത്തിൽ കാണും, മെഡുലറി റേസ് കാണും. ഈ കോർട്ടെക്സും പെരിസൈക്കിളും പിത്തും മെഡുലറി റേസൊക്കെ എന്താണ് ടേംസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഒക്കെ നമുക്ക് വരുന്ന വഴിക്ക് പഠിക്കാം. ഓക്കെ, ഇൻ ലീവ്സ് ഗ്രൗണ്ട് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് കോൾഡ് മീസോഫിൽ. ഓക്കെ, അപ്പം ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇവിടെ പറയണുള്ളൂ. ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് മോണോക്കോട്ടും ഡൈക്കോട്ടും റൂട്ടും സ്റ്റെമ്മും പഠിക്കുമ്പോൾ നമ്മൾ വിശദമായി പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. മെയിനായിട്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം കംപ്രൈസ് ചെയ്തിരിക്കുന്നത് ആരൊക്കെ കൊണ്ടാണ്? സിമ്പിൾ ടിഷ്യൂ സച്ച് ആസ് പാരങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ. മെയിനായിട്ട് പ്രൈമറി സ്റ്റെമ്മിലും റൂട്ടിലുമാണ് കാണാം. ഇനി പാരങ്കൈമറ്റൽ സെൽസാണ് എവിടേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്? കോർട്ടെക്സിൽ കണ്ടു, പെരിസൈക്കിളിൽ കണ്ടു, പിത്തിൽ കണ്ടു, മെഡുലറി റേസിൽ കണ്ടു. അതൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കാണും. ഇനി ലീവ്സിലുള്ള ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ലീവ്സിലുള്ള മെയിൻ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ് മീസോഫിൽ. Okay, in leaves, ground tissue consists of thin-walled chloroplast containing cell. Chloroplast containing cell important ആണ്. കാരണം എന്തിനാ ക്ലോറോപ്ലാസ്റ്റ്? ഫോട്ടോസിന്തസിസ് നടക്കാൻ. അപ്പോൾ ലീവ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് നടത്തലാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണ ഒരു മെയിൻ സെല്ലാണ് മീസോഫില്ല്. അതുകൊണ്ടാണ് അതിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം മെയിൻലി കമ്പോസ്ഡ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂ.
ഞാൻ നേരത്തെ പറഞ്ഞു പെർമനൻറ്റ് ടിഷ്യൂവിനെ 2 ടൈപ്പാക്കി ഡിവൈഡ് ചെയ്തു. സിമ്പിൾ ടിഷ്യൂ, കോംപ്ലക്സ് ടിഷ്യൂ. ആ കോംപ്ലക്സ് ടിഷ്യൂവിലെ 2 ടിഷ്യൂ ആണ് എന്ത്? സൈലവും ഫ്ലോയും. കാരണം സൈലം ഉണ്ടായിരിക്കുന്നത് 4 എലമെൻറ്റ് കൊണ്ടാണ്. ഏതൊക്കെയൊക്കെ? സൈലം വെസൽസ് ഉണ്ട്, ട്രക്കീഡ്സ് ഉണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്, സൈലം പാരങ്കൈമുണ്ട്. അതുപോലെ തന്നെ ഫ്ലോയും ഉണ്ടാക്കിയിരിക്കുന്നത് 4 എലമെൻറ്റ്സ് കൊണ്ടാണ്. സീവ് ട്യൂബ് ഉണ്ട്, അതിനോട് ചേർന്നിട്ടുള്ള കമ്പാനിയൻ സെൽസ് ഉണ്ട്, ഫ്ലോയം പാരങ്കൈമുണ്ട്, ഫ്ലോയം ഫൈബർ ഉണ്ട്. ഓക്കെ, ഈ സൈലും ഫ്ലോയും ഒരു ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്യാം. ഈ ബണ്ടിലിനെ പറയുന്ന പേരാണ് വാസ്കുലാർ ബണ്ടിൽ. അതായത് സൈലം ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് പോയി നിൽക്കുക, ഫ്ലോയം ഒറ്റയ്ക്ക് ഒരു പ്ലാന്റിൻ്റെ ഒരു ഭാഗത്ത് പോയി നിൽക്കുക. എന്നിട്ട് സൈലം അവിടെ നിന്ന് എന്ത് വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഫ്ലോയം ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയല്ല, അവർ ഒരുമിച്ച് ഒരു ബണ്ടിലായിട്ടാണ് നിൽക്കുക. ഓക്കെ, അങ്ങനെ ആ ബണ്ടിലിനെ പറയുന്ന പേരാണ് എന്ത്? വാസ്കുലാർ ബണ്ടിൽ. ദ സൈലം ആൻഡ് ഫ്ലോയം ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, അവർ ഒരുമിച്ച് നിന്നിട്ട് ദേ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലാർ ബണ്ടിൽസ്. ഓക്കെ, ഇനി ഇത് ഈ ബണ്ടിൽ എല്ലാ ടൈപ്പ് പ്ലാന്റ്സിലും, ഡൈക്കോട്ടിലും മോണോക്കോട്ടിലും സ്റ്റെമ്മിലും റൂട്ടിലും ഒരേപോലെയല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഇൻ ഡൈക്കോട്ടിലിഡനസ് സ്റ്റെം, അതായത് ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ കേംബിയം ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഫ്ലോയം ആൻഡ് സൈലം. കേംബിയം കേട്ടിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വേർഡ്, മെരിസ്റ്റം. മൂന്നാമത്തെ ടൈപ്പ് മെരിസ്റ്റമാണെന്ത്? സെക്കൻഡറി ഓർ ലാറ്ററൽ മെരിസ്റ്റം. സെക്കൻഡറി ഓർ ലാറ്ററൽ മെരിസ്റ്റത്തിൽ വരുന്ന 3 ടൈപ്പ് ടിഷ്യൂസാണ് ഏതൊക്കെ? കേംബിയം, കോർക്ക് കേംബിയം ഉണ്ട്, ഇൻ്റർഫേസിക്കുലാർ കേംബിയം ഉണ്ട്, ഇൻട്രാഫേസിക്കുലാർ കേംബിയം ഉണ്ട്. അതിൽ കേംബിയം സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ വരുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഡൈക്കോട്ട്. അതിൽ തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് എന്ത്? സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കേംബിയം വരുന്നത്. സച്ച് വാസ്കുലാർ ബണ്ടിൽസ് because of the presence of cambium possess ability to form the secondary xylem and phloem tissue and hence are called open vascular bundle. ഓക്കെ, ഈ സി എന്നുള്ള ചിത്രം നോക്കൂ. ഫ്ലോയം ഉണ്ട് ഔട്ട്സൈഡ്, സൈലം ഉണ്ട് ഇൻസൈഡ്. ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെ ഇടയിൽ കേംബിയം ഉണ്ട്. ഈ കേംബിയത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? ലാറ്ററൽ ഗ്രോത്ത്, അതായത് സെക്കൻഡറി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക. ഈ കേംബിയം ഫ്ലോയത്തിന് പുറത്തേക്കും സൈലത്തിനെ അകത്തേക്കും ഡിവൈഡ് ചെയ്യും ഒരു ലേറ്റർ സ്റ്റേജിൽ. അങ്ങനെയാണ് ഒരു ട്രീൻ്റെ ഗർത്ത് കൂടുക, വണ്ണം കൂടുക. ഓക്കെ, ഒരു ട്രീൻ്റെ വണ്ണം കൂടെ എങ്ങനെ? കേംബിയം ഫ്ലോയത്തിനെ പുറത്തേക്കും സൈലത്തിനെ അകത്തേക്കും ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഗർത്ത് കൂട്ടുമ്പോഴാണ് സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആവുക. ഈ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആവണതിനെ കൊണ്ട് തന്നെ ഇതിനെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നാണ് പറയുക. അതായത് ഓപ്പൺ ആണ്, ഗ്രോത്ത് നടക്കും, ക്ലോസ്ഡ് അല്ല. ഗ്രോത്ത് ഈസ് അവൈലബിൾ ഹിയർ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ്? ഏത് ടൈപ്പ് പ്ലാന്റ്സിലാണ് കാണുക? ഡൈക്കോട്ടിലിഡനസ് സ്റ്റെം. ഡൈക്കോട്ടിലിഡനസ് സ്റ്റെമ്മിലാണ് കേംബിയം കാണുക. ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെ ഇടയിൽ കേംബിയം കാണും. ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെ ഇടയിൽ കേംബിയം കണ്ടതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണ്. സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കും. ആരിലാണ് കാണുക? ഡൈക്കോട്ടിലിഡനസ് സ്റ്റെമ്മിൽ. ഇനി നമുക്ക് മോണോക്കോട്ട് എടുത്താലോ? മോണോക്കോട്ട് എടുത്താൽ ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ ആരെ കാണില്ല? കേംബിയത്തിനെ കാണില്ല. ഇൻ മോണോക്കോട്ടിലിഡനസ് വാസ്കുലാർ ബണ്ടിൽസ് ഹാവ് നോ കേംബിയം. There is no cambium between മോണോക്കോട്ടിലിഡൻസ് സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കേംബിയം ഉണ്ടാവില്ല. ആരിൽ? മോണോക്കോട്ടിലിഡൻ പ്ലാന്റിൽ. ഹെൻസ് ദേ ഡു നോട്ട് ഹാവ് സെക്കൻഡറി ടിഷ്യൂ. അതായത് അവരിൽ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ അല്ല. സെക്കൻഡറി ഗ്രോത്ത് അവരിൽ റെസ്ട്രിക്റ്റഡ് ആണ്. സെക്കൻഡറി ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവരെ ഓപ്പൺ എന്ന് വിളിക്കാൻ പറ്റില്ല, ക്ലോസ്ഡ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. അപ്പോൾ കേംബിയം പ്രസൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എങ്ങനത്തെ വിളിക്കും? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ആരെല്ലാം കാണുക? ഡൈക്കോട്ടിലിഡനസ് സ്റ്റെമ്മിൽ അതിൽ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണ്. ഇനി കേംബിയം ആബ്സെൻ്റ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻ്റ് ആണ്. ആരെല്ലാം കാണുക? മോണോക്കോട്ട് സ്റ്റെമ്മിലായാലും റൂട്ടിലായാലും കാണും. ഓക്കെ, വെൻ സൈലം ഇതാണ് ഫസ്റ്റത്തെ ഒരു
വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്നും പറയും, ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്നും പറയും. അതുപോലെ തന്നെ പറയുന്ന വേറെ 2 ടേമാണ് കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിലും റേഡിയൽ വാസ്കുലാർ ബണ്ടിലും. കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിലും റേഡിയൽ വാസ്കുലാർ ബണ്ടിലും അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വെൻ സൈലം ആൻഡ് ഫ്ലോയം വിത്തിൻ വാസ്കുലാർ ബണ്ടിൽ ആർ അറേഞ്ച്ഡ് ഇൻ ആൻ അൾട്ടർനേറ്റ് മാനർ. ഈ ചിത്രം നോക്കൂ, ഒരു ഫ്ലോയം അറേഞ്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു സൈലം അറേഞ്ച് ചെയ്തു, പിന്നെ ഫ്ലോയം, സൈലം, ഫ്ലോയം, അങ്ങനെ അൾട്ടർനേറ്റ് മാനറിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെൻ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് അൾട്ടർനേറ്റീവ്ലി, അതായത് നമ്മളിങ്ങനെ ഒരു റേഡിയസ് വരച്ചാൽ അതിൽ നമുക്ക് സൈലം മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഒന്ന് വരച്ചാൽ ഫ്ലോയം മാത്രമേ കിട്ടുള്ളൂ. ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് ഫ്ലോയും സൈലവും കൂടി ഒരുമിച്ച് വരില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് റേഡിയൽ സച്ച് ആസ് ഇൻ റൂട്ടിൽ, അതായത് ഡൈക്കോട്ട് റൂട്ടായാലും മോണോക്കോട്ട് റൂട്ടായാലും റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. റേഡിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം ഈസ് സീൻ ഇൻ റൂട്ട്സ്. ഇനി കൺജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജോയിൻ്റാണ്, അതിൽ ഒരുമിച്ചിട്ടാണ് കാണുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിൽ ഫ്ലോയും ഉണ്ടാവും സൈലവും ഉണ്ടാവും. ഇതാ നോക്കിക്കോ, ഒരു ലൈന് വരച്ചു, ഫ്ലോയും പെട്ടു സൈലവും പെട്ടു. പക്ഷെ ഇവിടെ ഒരു ലൈൻ വരച്ചപ്പോൾ നമുക്ക് ഫ്ലോയത്തിനെയും സൈലത്തിനെയും ഒരു ലൈനിൽ ഒതുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് കൺജോയിൻറ്റ് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ പ്രത്യേകത. ഇൻ കൺജോയിൻറ്റ് ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ സൈലം ഫ്ലോയം ജോയിൻ്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. ഒരു റേഡിയസ് വരച്ചാൽ ദേ ആർ സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസിലായിരിക്കും അവർ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. Such vascular bundles are more common in stems and leaves. Conjoined vascular bundles are more common in stems and leaves. Radial vascular bundles are more common in roots. അത് ഓർത്തേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? റേഡിയൽ ഫോർ റൂട്ട്. ഓക്കെ, റേഡിയൽ റൂട്ടാണെങ്കിൽ കൺജോയിൻറ്റ് സ്റ്റെം. ഓക്കെ, the conjoined vascular bundles are usually have the phloem located only on the outer side of the phloem. ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി കൂടെ, ഫ്ലോയം ഈസ് ഒരു കൺജോയിൻറ്റ് ടൈപ്പാണ് വാസ്കുലാർ ബണ്ടിൽ എന്നുണ്ടെങ്കിൽ ഫ്ലോയം ഈസ് ഓൾവേസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ സൈലം ഇന്നറിലുണ്ടായിരിക്കും, ഫ്ലോയം ഔട്ടറിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്, സൈലത്തിനെയും ഫ്ലോയത്തിനെയും ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്, അവർ രണ്ടും ഒരുമിച്ചിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന് മെയിൻലി നമ്മൾ 4 ടേമാണ് പറഞ്ഞത്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ, കൺജോയിൻറ്റ് ആൻഡ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. എന്താ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ പറഞ്ഞാൽ? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ പറഞ്ഞാൽ അതിന് സെക്കൻഡറി ഗ്രോത്ത് പോസിബിളാണ്. സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണെങ്കിൽ അവിടെ ആര് വേണം? കേംബിയം വേണം. 3 ടൈപ്പ് കേംബിയാണ് നമുക്കുള്ളത്. ആരൊക്കെ? കോർക്ക് കേംബിയം ഉണ്ട്, ഇൻ്റർഫേസിക്കുലാർ കേംബിയം ഉണ്ട്, ഇൻട്രാഫേസിക്കുലാർ കേംബിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് പോസിബിളാണ്. അത് ആരെല്ലാം മെയിനായിട്ട് കാണുക? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് നമുക്ക് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽസ് കാണുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അടുത്തത് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ ആരെല്ലാം മെയിനായിട്ട് കണ്ടത്? മോണോക്കോട്ടല്ലേ? ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽസ് ആർ മെയിൻലി സീൻ ഇൻ മോണോക്കോട്ട്. അവരിൽ എന്ത് പോസിബിൾ അല്ല? സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ അല്ല. എന്തുകൊണ്ട് പോസിബിൾ അല്ല? കേംബിയം ഇല്ല. ഓക്കെ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കേംബിയം ഇല്ല, സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ അല്ല. അതുകൊണ്ട് അവരെ നമ്മൾ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് വിളിച്ചത്. ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്നാണ് വിളിച്ചത്. അടുത്തത് ഏതാ? റേഡിയൽ ആൻഡ് കൺജോയിൻറ്റ്. നമ്മളൊരു റേഡിയസ് വരച്ചപ്പോൾ അതിൽ ഫ്ലോയും സൈലവും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിച്ചു? കൺജോയിൻ്റ് എന്ന് വിളിച്ചു. ഒരു വര വരച്ചു, അതിൽ ഓൺലി ഫ്ലോയമാണുള്ളത് അല്ലെങ്കിൽ ഏതർ സൈലമാണുള്ളത്. അപ്പം നമ്മൾ എന്ത് വിളിച്ചു? അതിനെ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിച്ചു. റേഡിയൽ എവിടെയുള്ളത്? റേഡിയൽ റൂട്ടിലാണുള്ളത്. കൺജോയിൻ്റ് എവിടെയുള്ളത്? ഷൂട്ടിലാണുള്ളത്, സ്റ്റെമ്മിലാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു, അടുത്തത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു. ഇനി 3 ടിഷ്യൂ സിസ്റ്റവും ഓരോ സ്ഥലത്തും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓരോ പ്ലാന്റ്സിലും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഡൈക്കോട്ട് സ്റ്റെമ്മിലുള്ള പോലെ ആയിരിക്കില്ല മോണോക്കോട്ട് റൂട്ടിൽ,
ഡൈക്കോട്ട് സ്റ്റെമ്മിലുള്ള മാതിരി ആയിരിക്കില്ല മോണോക്കോട്ടിൻ്റെ സ്റ്റെമ്മിൽ, ഡൈക്കോട്ടിൻ്റെ റൂട്ടിലുള്ള മാതിരി ആയിരിക്കില്ല മോണോക്കോട്ടിൻ്റെ റൂട്ടിൽ. അതുപോലെ തന്നെ ലീഫിലും മോണോക്കോട്ടും ഡൈക്കോട്ടും വെറൈറ്റീസ് ഓഫ് ഡിഫറൻസിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അനാട്ടമി ഓഫ് ഡൈക്കോട്ടിലിഡനസ് ആൻഡ് മോണോക്കോട്ടിലിഡനസ് പ്ലാന്റ്, ഇതിൽ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഏരിയയാണ്. ഫസ്റ്റത്തെ ഏരിയ നമ്മൾ കവർ ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ഏരിയയ്ക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ഒരു ഡൈക്കോട്ട് റൂട്ട് പഠിക്കാനുണ്ട്, മോണോക്കോട്ട് റൂട്ട് പഠിക്കാനുണ്ട്, ഡൈക്കോട്ട് സ്റ്റെമ്മ് പഠിക്കാനുണ്ട്, മോണോക്കോട്ട് സ്റ്റെമ്മ് പഠിക്കാനുണ്ട്, പിന്നെ ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും ഓരോ ലീഫ്, ഇതിൻ്റെ ഒക്കെ അനാട്ടമി. അപ്പോൾ അനാട്ടമി പറഞ്ഞാൽ ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ് അനാട്ടമി? ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റ്. അനാട്ടമി ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എ പ്ലാന്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കും എങ്ങനെയാണ് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിനെ ഇങ്ങനെ ഹൊറിസോണ്ടലി വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ കാണില്ല, മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയാൽ അതിൽ എങ്ങനെയാണ് ഈ സെല്ലും ടിഷ്യൂ സിസ്റ്റവും അറേഞ്ച് ചെയ്തിരിക്കുക എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഡൈക്കോട്ടിനുള്ള റൂട്ടിക്ക് നമ്മൾ പോവല്ലേ. അപ്പോൾ ലുക്ക് അറ്റ് ദ ഫിഗർ എന്നാണ് ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കി തന്നെ തുടങ്ങാം. ഫിഗർ നമ്മൾ നേരത്തെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനറലായിട്ട് നോക്കി നോക്കൂ. ഔട്ടർ മോസ്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കും? എപ്പിഡെർമിസ് ഉണ്ടായിരിക്കും. ഒരു എപ്പിഡെർമൽ സിസ്റ്റം ഉണ്ടായിരിക്കും. അതിനുള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും. ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് ആരുണ്ടായിരിക്കും? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസിക് അറേഞ്ച്മെൻറ്റ്. ഇത് ഓരോ പ്ലാന്റിലും ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റിലും എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലടാ? അപ്പോൾ ഡൈക്കോട്ട് റൂട്ട്, നമുക്കിവിടെ ഒരു സൺഫ്ലവറിൻ്റെ റൂട്ടിൻ്റെ ക്രോസ് സെക്ഷനാണ് അവർ വരച്ച് തന്നിരിക്കുന്നത് പഠിക്കാൻ. ഓക്കെ അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എപ്പിബ്ലമ്മ. ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാ? എപ്പിഡെർമിസ്. റൂട്ടിൻ്റെ എപ്പിഡെർമിസിനെ പറയുന്ന പേരാണെന്ത്? എപ്പിബ്ലമ്മ. നോട്ട് ചെയ്ത് വെക്കുക, എപ്പിബ്ലമ്മ. ഇങ്ങനത്തെ പോയിൻ്റൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എന്താണ്? എപ്പിബ്ലമ്മ. ഓക്കെ. Many of the cells of the epiblemma protrude in the form of unicellular root hairs. കണ്ടോ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്നു. എല്ലാവരും ഉണ്ടാവില്ല. മെനി ഓഫ് ദ എപ്പിഡെർമിസ് യൂണിസെല്ലുലാർലി ഇലോങ്ങേറ്റ് ഇൻ ടു റൂട്ട് ഹെയർസ്. ഈ റൂട്ട് ഹെയറിൻ്റെ ഫംഗ്ഷൻ എന്താ? നേരത്തെ പറഞ്ഞു, വാട്ടറിൻ്റെയും മിനറലിൻ്റെയും അബ്സോർപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാ? എപ്പിഡെർമിസ്. ഈ റൂട്ടിൻ്റെ എപ്പിഡെർമിസിനെ പറയുന്ന പേരെന്താ? എപ്പിബ്ലമ്മ. ഈ സം ഓഫ് ദ എപ്പിബ്ലമ്മ ഇങ്ങനെ സോയിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ത്? യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ. അതിനെ പറയുന്ന പേരെന്താ? റൂട്ട് ഹെയറിൻ്റെ ഫംഗ്ഷൻ എന്താ? വാട്ടറിൻ്റെയും മിനറലിൻ്റെയും അബ്സോർപ്ഷൻ. ഓക്കെ അല്ലേ? എപ്പിഡെർമിസ് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന ഭാഗമാണ് എന്ത്? കോർട്ടെക്സ്. The cortex consists of several layers of thin-walled parenchyma cells. ഞാൻ പറഞ്ഞില്ലേ, ടിഷ്യൂ പഠിക്കാണ്ട് നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പാരൻകൈമ സെൽസിനൊക്കെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു ഐഡിയ തന്നത്. അപ്പോൾ കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ-വാൾഡ് പാരൻകൈമ സെൽസ്. ഇങ്ങോട്ട് നോക്ക്, കോർട്ടെക്സ്. ഈ പിങ്ക് കളർ കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം കോർട്ടെക്സാ. ഈ പച്ച മൊത്തം കോർട്ടെക്സാ. എപ്പിഡെർമിസിൻ്റെ താഴെ വരുന്ന മെയിൻ ഏരിയയാണ് കോർട്ടെക്സ് മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തിൻ വാൾഡ് പാരൻകൈമ വിത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നുണ്ട്. ദ കോർട്ടെക്സ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വാൾഡ് പാരൻകൈമ സെൽസ് വിത്ത് ഇൻ്റർ സെല്ലുലാർ സ്പേസ്. കണ്ടോ ഇടയിലൊക്കെ കുറേ ഓട്ട കണ്ടോ? ഇതൊക്കെ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഉണ്ട്. ഈ കോർട്ടെക്സിൽ നിന്ന് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് വന്നാൽ ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സിലോട്ടെത്തും. ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ഏതാ? എൻഡോഡെർമിസ് ഒക്കെ എത്തുമ്പോഴേക്കും അത് മോർ റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും. ഇവിടെയൊക്കെ നോക്കൂ, ഷേപ്പൊക്കെ ഇതായിട്ട് വെച്ചിട്ടുണ്ടാവും. ഒന്ന് ഓവലാണെങ്കിൽ പോളിഗണലായിരിക്കും, അങ്ങനെ റൗണ്ട്, പോളിഗണൽ, ഓവൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. കാരണം പാരൻകൈമയ്ക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ അറേഞ്ച് ചെയ്യുക. പക്ഷെ ഉള്ളിലോട്ട് എത്തുമ്പോഴേക്കും എൻഡോഡെർമിസ് ഒക്കെ മോർ റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും. കണ്ടോ എൻഡോഡെർമിസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മോർ റെഗുലർലി അറേഞ്ച്ഡാ.
more regularly arranged. The innermost layer of the cortex is called endodermis. Innermost layer of the ഈ പിങ്ക് കളറിൽ ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം അതാണ് എന്ത് എൻഡോഡെർമിസ്. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടെക്സ് ഈസ് എൻഡോഡെർമിസ്. ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കടാ, ഷേപ്പ് ഒന്ന് നോക്ക്. ഇതുമാതിരിയാണോ ഉള്ളത്? അല്ല, ബാരൽ ഷേപ്പ്ഡാ, ബാരൽ ഷേപ്പ്ഡാ. ഇങ്ങനെയൊക്കെ ഉള്ളത്, ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടോ, ബാരൽ ഷേപ്പ്ഡ് ആയിട്ടുള്ളത്. ബാരൽ ഷേപ്പ്ഡ്, ഇറ്റ് കംപ്രൈസസ് എ സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്പ്ഡ് സെൽസ് വിത്തൗട്ട് എനി ഇൻട്രസെല്ലുലാർ സ്പേസ്. ഇൻട്രസെല്ലുലാർ സ്പേസ് ഇല്ല. ഇവിടെയൊക്കെ നോക്ക് കുറേ വെള്ളക്കുത്ത് കാണാം, അതൊക്കെ ഇൻട്രസെല്ലുലാർ സ്പേസാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുമോ? ഇല്ല. ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് എനി ഇൻ്റർസെല്ലുലാർ സ്പേസ്. വിത്തൗട്ട് എനി ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ഏതാ? എൻഡോഡെർമിസ്. ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിത്തൗട്ട് എനി ഇൻട്രസെല്ലുലാർ സ്പേസ്. എന്താ അതിൻ്റെ ഷേപ്പ്? ബാരൽ ഷേപ്പ്ഡ്. ഇനി അടുത്തതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ ടാൻജൻഷ്യൽ ആസ് വെൽ ആസ് റേഡിയൽ വാൾസ് ഓഫ് ദ എൻഡോഡെർമൽ സെൽസ് ഹാവ് വാട്ടറി ഇംപെർമിയബിൾ വാക്സി ഡെപ്പോസിഷൻ കോൾഡ് സുബെറിൻ ഡെപ്പോസിഷൻ. സുബെറിൻ ഡെപ്പോസിഷൻ എന്ത് ഫോമിലാണ് സുബെറിൻ ഡെപ്പോസിറ്റ് ചെയ്യുക? കാസ്പാരിയൻ സ്ട്രിപ്സ് ആയിട്ട്. എങ്ങനെയായിട്ട്? കാസ്പാരിയൻ സ്ട്രിപ്സ് ആയിട്ട്. അത് ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു എന്താണ് എൻഡോഡെർമിസ്, നല്ല സൂം ആക്കിയിട്ടുള്ളൊരു വ്യൂ ആണ്. വേറൊരു എൻഡോഡെർമിസ്. ഈ രണ്ട് എൻഡോഡെർമിസിന് ചുറ്റുമല്ല, ഇതാണ് ഇതിൻ്റെ ടാൻജൻഷ്യൽ വാള്. ടാൻജൻഷ്യൽ ഓർ റേഡിയൽ വാൾ എന്ന് പറയുന്ന വാള് ഇതാണ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ആരുണ്ടായിരിക്കും? ചുറ്റുമല്ല, ഇങ്ങനെ സുബെറിൻ ഡെപ്പോസിഷൻ ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്? കാസ്പാരിയൻ സ്ട്രിപ്സ്. കാസ്പാരിയൻ സ്ട്രിപ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സുബെറിൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സുബെറിൻ്റെ പ്രത്യേകത എന്താ? വാട്ടർ ഇംപെർമിയബിൾ ആണ്. വാട്ടർ ഇംപെർമിയബിൾ ആയതുകൊണ്ടുള്ള ഉപകാരം എന്താ? വാട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ഈ എൻഡോഡെർമിസ് എന്ന സെല്ലിൻ്റെ ഉള്ളിലോട്ട് കയറില്ല. നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ പഠിക്കും. അതുവരെ ഇൻട്രസെല്ലുലാർ സ്പേസ് കൂടെ വന്ന വാട്ടർ എൻഡോഡെർമിസ് എത്തുമ്പോൾ മാത്രം സെൽവാളിൻ്റെ ഉള്ളിൽ കയറി സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്യുക. ഓക്കെ, അതുവരെ ഇങ്ങനെ വന്ന വെള്ളമായിരിക്കും. അത് ഈ സുബെറിൻ കാരണം സുബെറിനെ കണ്ടാൽ അത് ഡീവിയേറ്റ് ചെയ്ത് പോകും. അത് നേരെ സെല്ലിൻ്റെ ഉള്ളിൽ കയറി സെൽവാളിൻ്റെ സൈഡിൽ കൂടെ ആണ് പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ട്. പക്ഷേ ആ ചാപ്റ്റർ നിങ്ങളുടെ നീറ്റ് സിലബസിൽ നിന്ന് ഒഴിവാക്കി, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഓക്കെ, അപ്പോൾ എൻഡോഡെർമിസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ബാരൽ ഷേപ്പ്ഡ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്, നോ ഇൻ്റർസെല്ലുലാർ സ്പേസ് ആണ്. അതിൻ്റെ ടാൻജൻഷ്യൽ ഓർ റേഡിയൽ വാൾസ് ആവും. വാട്ട് ഡെപ്പോസിഷൻ? സുബെറിൻ ഡെപ്പോസിഷൻ. അതിൻ്റെ പ്രത്യേകത എന്താ? വാട്ടർ ഇംപെർമിയബിൾ ആണ്. അത് എന്ത് ഫോമിലാണ് ഈ സുബെറിൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? കാസ്പാരിയൻ സ്ട്രിപ്സ്. ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. ഓക്കെ, നെക്സ്റ്റ് ടു എൻഡോഡെർമിസ്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നാൽ എപ്പിഡെർമിസ് കഴിഞ്ഞു, കോർട്ടെക്സ് കഴിഞ്ഞു. കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് പാർട്ടായിട്ടുള്ള എവിടെ എത്തി? എൻഡോഡെർമിസ് എത്തി. ഇനി എൻഡോഡെർമിസിൻ്റെ ഉള്ളിലെത്താൻ പോവുക. നമ്മളൊരു പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് ടു എൻഡോഡെർമിസ് ലൈസ് എ ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് പാരങ്കൈമാറ്റർ സെൽസ് റെഫർഡ് ടു ആസ് പെരിസൈക്കിൾ. എന്താ പെരിസൈക്കിൾ? എൻഡോഡെർമിസിൻ്റെ ഉള്ളിലായിട്ട് ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് പാരങ്കൈമാറ്റർ സെൽസ്. ഒക്കെ പാരങ്കൈമ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏരിയാസ് ആണ്. കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ ഒക്കെ. അപ്പോൾ എൻഡോഡെർമിസിൻ്റെ ഉള്ളിൽ കാണുന്ന പാരങ്കൈമാറ്റർ സെൽസിനെ പറയുന്ന പേരാണെന്ത്? പെരിസൈക്കിൾ. ഫ്യൂ ലെയേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ തിക്ക് വാൾഡായിരിക്കും. ഇങ്ങനെ തിക്ക് വാൾഡായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട കോർട്ടെക്സിലുള്ള എൻഡോഡെർമിസ് പാരങ്കൈമ എങ്ങനെയായിരുന്നു? തിൻ വാൾഡായിരുന്നു. നോക്ക്, കോർട്ടെക്സ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വാൾഡ് പാരങ്കൈമ. കോർട്ടെക്സിൻ്റെ പാരങ്കൈമ തിൻ വാൾഡായിരുന്നു. പക്ഷേ പെരിസൈക്കിളത്തെ പാരങ്കൈമ എങ്ങനെയാ? തിക്ക് വാൾഡാ, ഹൈലി തിക്ക് വാൾഡാ. ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലാർ കേമ്പിയം ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത് ടേക്ക് പ്ലേസ് ഇൻ ദീസ് സെൽസ്. ഞാൻ പറഞ്ഞു ഇത് ഡൈക്കോട്ടാകുമ്പോൾ ആരുണ്ടാവും? കേമ്പിയം ഉണ്ടാവും. കേമ്പിയം ഉണ്ടായെങ്കിൽ എന്തുണ്ടാവും? സെക്കൻഡറി ഗ്രോത്ത് പോസിബിളാണ്. ഓക്കെ അല്ലേ?
ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്, അതായത് ലാറ്ററൽ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് ഹെയർ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ലാറ്ററൽ റൂട്ട് പറഞ്ഞാൽ നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും ലാറ്ററൽ റൂട്ട് എന്താണെന്നുള്ളത്. ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട് ആൻഡ് വാസ്കുലാർ കേമ്പിയം എവിടെ സ്റ്റാർട്ട് ചെയ്യുക? പെരിസൈക്കിളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? പെരിസൈക്കിളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ദ പിത്ത് ഈസ് സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ് പറഞ്ഞാൽ എന്താ? പിത്ത് ചെറുതാ, കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിത്ത് ഈസ് സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ്. The parenchymatous cell which lie between the xylem and phloem is called conjunctive tissue. ഇതൊക്കെ അതൊക്കെ ലൈൻ ബൈ ലൈൻ പഠിക്കണം. The parenchymatous cell which lie between the xylem and phloem. എന്ത് സൈലം? ഇവിടെ ഒരു ഫ്ലോ ഉണ്ട്. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലുള്ള ടിഷ്യൂ, അതാണ് കൺജക്റ്റീവ് ടിഷ്യൂ. അത്രേ പറയണുള്ളൂ. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക, എക്സാമിന് ചോദിച്ചാൽ എഴുതുക. അപ്പോൾ എന്താ? കൺജക്റ്റീവ് ടിഷ്യൂ ആരുടെയൊക്കെ ഇടയിലാണ് കാണുക? സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന ടിഷ്യൂവിനെ പറയുന്ന പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂ. There are usually 2 to 4 xylem and phloem patches. നമ്മൾ ചിത്രം നോക്കിയാൽ തന്നെ കാണാം. എത്ര സൈലാണ് നിങ്ങൾക്ക് കാണാനുള്ളത്? 4 സൈലേ കാണാനുള്ളൂ. 4 സൈലേ കാണാനുള്ളൂ. ഫ്ലോയും അത്ര ഫ്യൂ നമ്പർ തന്നെ ഉള്ളൂ. 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ്. അപ്പോൾ ഡൈക്കോട്ട് റൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ കുറച്ച് സൈലത്തിനെയും ഫ്ലോയത്തിനെയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. മോണോക്കോട്ട് റൂട്ടിൽ നമ്മൾ എത്തുമ്പോൾ മെയിനായിട്ട് പറയുന്ന ഒരു ഡിഫറൻസും അത് തന്നെയാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ടേമാണ് ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ്. ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസിൽ ആരൊക്കെ ഉണ്ട്? പെരിസൈക്കിൾ ഉണ്ട്, വാസ്കുലാർ ബണ്ടിൽസ് ആയിട്ടുള്ള സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്, പിത്തുണ്ട്. ഇതിനൊക്കെ ടുഗദർ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ. STELE. സ്പെല്ലിങ് ശ്രദ്ധിക്കണം. STELE. ഓൾ ടിഷ്യൂ ഇന്നർ ടു ദി എൻഡോഡെർമിസ് സച്ച് ആസ് പെരിസൈക്കിൾ, സൈലം, ഫ്ലോയം, പിത്ത് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റീൽ. ഓക്കെ അല്ലേ? ഇനി ആ ചിത്രം നോക്കിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ ഒന്നുകൊണ്ട് സമ്മറൈസ് ചെയ്യാലോ. അപ്പോൾ ഏതാ? ഡൈക്കോട്ട് റൂട്ട്. ഒരു സൺഫ്ലവറിൻ്റെ ഡൈക്കോട്ട് റൂട്ടാണ് തന്നിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാ? എപ്പിഡെർമിസിൻ്റെ യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ഏതാ? റൂട്ട് എയർ. റൂട്ടിൻ്റെ എപ്പിഡെർമിസിനെ പറയുന്ന പേരെന്താ? എപ്പിബ്ലമ്മ. ഓക്കെ അല്ലേ? എപ്പിഡെർമിസിൻ്റെ താഴെ ആരുണ്ട്? കോട്ടക്സ് ഉണ്ട്. കോട്ടക്സ് ഏത് ടൈപ്പ് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തിൻ വാൾഡ് പാരൻകൈമാറ്റസ് സെൽസ്. സെവറൽ ലെയേഴ്സ് ഓഫ് തിക്നെസ് ഉണ്ട്. അതിൻ്റെ കോട്ടക്സിനോട് താഴോട്ട് വരുമ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ കോട്ടക്സ് ഈസ് കോൾഡ് വാട്ട്? എൻഡോഡെർമിസ്. ഓക്കെ അല്ലേ? എൻഡോഡെർമിസിൻ്റെ ഷേപ്പ് എന്താ? ബാരൽ ഷേപ്പ്ഡ് ആണ്. എൻഡോഡെർമിസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ് വിത്തൗട്ട് എനി ഇൻ്റർസെല്ലുലാർ സ്പേസ്. കോട്ടക്സിൽ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടായിരുന്നു, ഇവിടെ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ല. അതിൻ്റെ ടാൻജൻഷ്യൽ ആസ് വെൽ ആസ് റേഡിയൽ വാള്. എന്ത് ഡെപ്പോസിഷനാണുള്ളത്? സ്യൂബെറിൻ ഡെപ്പോസിഷൻ. സ്യൂബെറിൻ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? കാസ്പാരിയൻ സ്ട്രിപ്സ് ആയിട്ട്. ഇങ്ങനെ കാസ്പാരിയൻ സ്ട്രിപ്സ് ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാട്ടറിന് ഇംപെർമിയബിൾ ആയിരിക്കും. എൻഡോഡെർമിസിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ സെവറൽ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് പാരൻകൈമാറ്റസ് സെല്ലിനെ പരിചയപ്പെട്ടു. തിക്ക് വാൾഡ് പാരൻകൈമാറ്റസ് സെല്ലിനെ നമ്മൾ വിട്ട പേരാണ് പെരിസൈക്കിളിൽ ആ റീജിയനിൽ നടക്കുന്ന മെയിൻ പരിപാടി എന്താ? സെക്കൻഡറി ഗ്രോത്ത്, ഫോർമേഷൻ ഓഫ് ലാറ്ററൽ ഗ്രോത്ത് ആൻഡ് ഫോർമേഷൻ ഓഫ് കേമ്പിയം ഒക്കേഴ്സ് ഇൻ ദി പെരിസൈക്കിളിൽ കേമ്പിയം വരുന്നു. ലാറ്ററൽ റൂട്ടിൻ്റെ ഗ്രോത്തിൻ്റെ ഇനീസിയേഷൻ വരുന്നു. ഇതൊക്കെയാണ് എവിടെ നടക്കുന്നത്? പെരിസൈക്കിളിൽ നടക്കുന്നത്. പെരിസൈക്കിളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആരെ കാണുന്നത്? വാസ്കുലാർ ബണ്ടിൽസിനെ കാണുന്നത്. വാസ്കുലാർ ബണ്ടിൽസിനെ കാണുന്നുണ്ടെങ്കിലും അവർ കുറച്ചേ ഉള്ളൂ, 2 to 4 ഇൻ നമ്പർ. സൈലം ആൻഡ് ഫ്ലോയം ആർ യൂഷ്വലി പ്രസൻറ്റ് ഇൻ 2 to 4 പാച്ചസ്. ഓക്കെ. പിന്നെ അടുത്ത് നമ്മൾ കണ്ടൊരു ടേമാണ് ഈ എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗത്തിനെയും എല്ലാവരെയും ഓൾ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? സ്റ്റീൽ. STELE. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി അടുത്തതാണ് മോണോകോട്ടിലിഡനസ് റൂട്ട്. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും പറയുമ്പോൾ ദേ ആർ ഓൾമോസ്റ്റ് സ്ട്രക്ചറലി സിമിലർ. നിങ്ങൾക്ക് രണ്ട് സ്ട്രക്ചർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇറ്റ് ഹാസ് ആൻ ഔട്ടർ മോസ്റ്റ് ലെയർ കോൾഡ് എന്താ? എപ്പിഡെർമിസ്. യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ഉണ്ട്, റൂട്ട് എയർ.
പക്ഷേ നമ്പർ കുറച്ച് കുറവാണ്. ഇതിവിടെ 2 എണ്ണേ ഉള്ളൂ, ടെക്സ്റ്റിൽ പറയണില്ല. പക്ഷേ ചിത്രത്തിൽ നോക്കൂ, ഇവിടെ 1 2 3 4 5 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ ആകെ 2 എണ്ണേ ഉള്ളൂ, നമ്പർ കുറവാണ്. എപ്പിഡെമിസിൻ്റെ താഴെ ആര് വരുന്നു? കോർട്ടെക്സ് വരുന്നു. കോർട്ടെക്സ് എത്ര ഉണ്ട്? സെവറൽ ലെയേഴ്സ് ഓഫ് തിക്നെസ് ഉണ്ട്. കോർട്ടെക്സിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയർ ഏതാ? എൻഡോഡെർമിസ്. ഇന്നർ ടു എൻഡോഡെർമിസ് ആരെ കാണുന്നു? പെരിസൈക്കിളിനെ കാണുന്നു. പെരിസൈക്കിളിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഫ്ലോയം ഉണ്ട്, സൈലം ഉണ്ട്. പക്ഷേ ഫ്ലോയത്തിലും സൈലത്തിലും ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നു. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? പിത്ത് ഉണ്ട്. പിത്ത് കുറച്ചും കൂടി വലുതാണ്. ഓക്കെ അല്ലേ? അപ്പം മോണോകോട്ടിൻ്റെയും ഡൈക്കോട്ട് റൂട്ടിൻ്റെയും കുറിച്ച് പറയുമ്പോൾ ദേ ആർ ഓൾമോസ്റ്റ് സ്ട്രക്ചറലി സിമിലർ. മെയിൻലി 3 ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഏതൊക്കെ ഡിഫറൻസ്? ഇവിടെ സൈലം ഇവിടെ ഡൈക്കോട്ട് റൂട്ടിൽ സൈലം 2 to 4 ഇൻ നമ്പറേ കാണുന്നുള്ളൂ. 2 to 4 ഇൻ സൈലം ഓർ ഫ്ലോയം പാച്ചസേ കാണുന്നുള്ളൂ. പക്ഷേ മോണോകോട്ട് റൂട്ടിൻ്റെ കാര്യത്തിൽ അതല്ല. അവിടെ പോളിയാർക്ക, സൈലം പോളിയാർക്ക, അതായത് മോർ ദാൻ 6 ഇൻ നമ്പറാണ്. ഓക്കെ അല്ലേ? കണ്ട അവിടെ എണ്ണിയൊക്കെ 1 2 3 4 5 6 8 സൈലത്തിൻ്റെ പാച്ചസ് തന്നെ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ ഡിഫറൻസ് മെയിനായിട്ട് വരുന്നത് ആസ് കമ്പയർഡ് ടു ദി ഡൈക്കോട്ട് റൂട്ട് വിച്ച് ഹാവ് ഫ്യൂവർ സൈലം ബണ്ടിൽസ്. അതായത് ഇവിടെ 2 to 4 സൈലം ബണ്ടിൽസേ ഉള്ളൂ ഡൈക്കോട്ട് റൂട്ടിൽ. മോണോകോട്ട് റൂട്ട് ഹാവ് യൂഷ്വലി മോർ ദാൻ 6 പോളിയാർക്ക് സൈലം ബണ്ടിൽ. മോർ ദാൻ 6 ഓർ പോളിയാർക്ക് സൈലം ബണ്ടിൽസ് ആർ യൂഷ്വലി സീൻ ഇൻ മോണോകോട്ട് റൂട്ട്. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ് പിത്ത് ഈസ് ലാർജ് ആൻഡ് കോൺസ്പിക്വസ്. അവിടുത്തെ പിത്ത് എങ്ങനെയായിരുന്നു? പിത്ത് ഈസ് സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ്, അതായത് ചെറുതാണ്, കാര്യമായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പിത്ത് പറഞ്ഞാൽ അങ്ങനെയല്ല, അത്യാവശ്യം വലുതാണ്, കോൺസ്പിക്വസ് ആണ്. മൂന്നാമത്തെ എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്? ഇവർക്ക് കേമ്പിയം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെ വാസ്കുലാർ ബണ്ടിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, മോണോകോട്ടിൻ്റെ പ്രത്യേകത എന്താ? മോണോകോട്ടിന് കേമ്പിയം ഇല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല? സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. അത് തന്നെയാണ് ഇവിടുത്തെ മൂന്നാമത്തെ ഡിഫറൻസ്. മോണോകോട്ടിലാണ് റൂട്ട്സ് ഡു നോട്ട് അണ്ടർഗോ എനി സെക്കൻഡറി ഗ്രോത്ത്, ഡു നോട്ട് ഹാവ് എനി സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ ഏതൊക്കെ മോണോകോട്ടിൻ്റെ 3 ഡിഫറൻസ് പറഞ്ഞാൽ? ഫസ്റ്റത്തെ ദേ ആർ പോളിയാർക്ക് സൈലമാണ് ഇതിനുള്ളത്. കമ്പയർഡ് ടു ഡൈക്കോട്ട് റൂട്ട്, മോണോകോട്ട് റൂട്ട് ഹാസ് പോളിയാർക്ക് സൈലം. അവർക്ക് കുറച്ച് 2 to 4 ഡൈക്കോട്ട് റൂട്ടിനാണെങ്കിൽ 2 to 4 സൈലം പാച്ചസേ കാണുള്ളൂ, സൈലം ഓർ ഫ്ലോയം പാച്ചസേ കാണുള്ളൂ. പക്ഷേ മോണോകോട്ട് റൂട്ടിലോട്ട് എത്തുമ്പോൾ അവർക്ക് പോളിയാർക്ക് സൈലമാണ് കാണുക. അടുത്തത് പിത്ത് ലാർജാണ്, കോൺസ്പിക്വസ് ആണ്. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ റൂട്ട് ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഡൈക്കോട്ടിലാണ് സ്റ്റെം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡൈക്കോട്ടിലിടണ സ്റ്റെം. ഇതിൻ്റെ ചിത്രം കണ്ടാലും അറിയാം, ഇച്ചിരി കോംപ്ലക്സ് ആണ്, പക്ഷേ നമ്മളത് സിമ്പിളായിട്ട് പഠിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പറ്റിയ ആ ബേസിക് ഐഡിയ ഓർമ്മ ഉണ്ടായാൽ മതി. ഔട്ടർ മോസ്റ്റ് എപ്പിഡെർമിസ്, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാകും? കോർട്ടെക്സ് ഉണ്ടായിരിക്കും. കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ആയിട്ട് ഒരു എൻഡോഡെർമിസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ പെരിസൈക്കിൾ ഉണ്ടായിരിക്കും. പെരിസൈക്കിളിൻ്റെ ഉള്ളിൽ ആരുണ്ടായിരിക്കും? വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും, പിത്ത് ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും. അത്രയേ ഉള്ളൂ ഡൈക്കോട്ടിൻ്റെ സ്റ്റെം. അപ്പോൾ സ്റ്റെം പഠിച്ചാലോ? ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ ടിപ്പിക്കൽ യങ് ഡൈക്കോട്ട് സ്റ്റെം ഈസ് ഗിവൻ. എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സ്റ്റെം. അറിയാലോ, എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്റ്റെം, കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ നമ്മൾ എവിടെ കേട്ടത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ക്യൂട്ടിക്കിൾ കേട്ടു. ക്യൂട്ടിക്കിൾ എവിടെ ഉണ്ടാവുക പറഞ്ഞത്? സ്റ്റെമ്മിലേ ഉണ്ടാവുള്ളൂ, റൂട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? ക്യൂട്ടിക്കിളിൻ്റെ ജോലി എന്താ? വാട്ടറിൻ്റെ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുക. റൂട്ടിൽ കൂടെ വാട്ടർ ലോസ് ആവില്ല, സ്റ്റെമ്മിൽ കൂടെ മാത്രമേ ലോസ് ആവുള്ളൂ. അപ്പോൾ ക്യൂട്ടിക്കിൾ എവിടെ കാണൂ? സ്റ്റെമ്മിൽ മാത്രമേ കാണൂ, റൂട്ടിൽ കാണില്ല. ഡൈക്കോട്ടായാലും മോണോകോട്ടായാലും ക്യൂട്ടിക്കിൾ സ്റ്റെമ്മിലാണ് കാണുക, റൂട്ടിൽ കാണില്ല. അപ്പം ഔട്ടർ മോസ്റ്റ് കവറിങ് ഈസ് ദ എപ്പിഡെർമിസ് കൂടെ കൂടുതൽ വെള്ളം പോവാണ്ടിരിക്കാൻ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിൾ. പിന്നെ റൂട്ടിൽ നമ്മൾ പറഞ്ഞ അപ്പൻഡേജസ് ഏതാ? റൂട്ട് ഹെയർ. അപ്പോൾ ഷൂട്ടിൽ ഏതായിരിക്കും? ട്രൈക്കോം. ഇറ്റ് മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് ഫ്യൂസ്റ്റൊമാറ്റ. ഓക്കെ, ഇറ്റ് മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് ഫ്യൂസ്റ്റൊമാറ്റ.
അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ എപ്പിഡെർമിസിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും നമ്മൾ? ക്യൂട്ടിക്കിൾ ഉണ്ടോ? ഉണ്ട്. വേറെ എന്തൊക്കെ ഉണ്ട്? സ്റ്റൊമാറ്റോ ഉണ്ടോ? ഉണ്ട്. ട്രൈക്കോംസ് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഒരു 4 ഓപ്ഷനിൽ ഒന്നൊരു ഓപ്ഷൻ ക്യൂട്ടിക്കിൾ, ട്രൈക്കോം, സ്റ്റൊമാറ്റ. നാലാമത്തെ ഓപ്ഷൻ ഏതായാലും നമുക്ക് വിഷയമുള്ള കാര്യമില്ല, കാരണം നമുക്കിത് 3 അറിയാം. ക്യൂട്ടിക്കിൾ അറിയാം, ട്രൈക്കോം അറിയാം, സ്റ്റൊമാറ്റ അറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ് കഴിഞ്ഞു. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ ആരാ വരിക? കോർട്ടെക്സ് അല്ലേ വരിക? ഒബ്വിയസ്ലി നമുക്കറിയാം. ദ സെൽസ് അറേഞ്ച്ഡ് ഇൻ മൾട്ടിപ്പിൾ ലെയേഴ്സ് ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട് കോർട്ടെക്സ്. ഇതിൻ്റെ കോർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ കുറച്ച് നല്ല സീൻ ഡെഫിനിഷനാണ്. ദ സെൽസ് അറേഞ്ച്ഡ് ബിറ്റ്വീൻ ദ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദി കോർട്ടെക്സ്. ആരുടെയൊക്കെ? എപ്പിഡെർമിസിൻ്റെയും പെരിസൈക്കിളിൻ്റെയും ഇടയിലുള്ള സെല്ലിൻ്റെ ലെയേഴ്സിനെ പറയുന്ന പേരാണെന്ത്? കോർട്ടെക്സ്. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ സാധനം തന്നെ ഒരു വൃത്തിക്ക് ഡെഫിനിഷനായിട്ട് അവർ കൊടുത്തു. ഓക്കെ. പക്ഷെ ഇവിടുത്തെ കോർട്ടെക്സ് ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റഡാണ്. അതായത് നേരത്തെ എല്ലാ കോർട്ടെക്സിൻ്റെ ലെയറിൽ ഫുള്ള് പേരങ്കൈമ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടുത്തെ കോർട്ടെക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ടൈപ്പ് ഓഫ് സെൽസും ഉണ്ട്. കോളങ്കൈമ ഉണ്ട്, പാരങ്കൈമ ഉണ്ട്, സ്ക്ലീറങ്കൈമ ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് സെൽസും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ലെയറെന്നും ഏതൊക്കെ ലെയറിൽ ആരൊക്കെ ഉള്ളതെന്നും നോക്കിയാൽ നമുക്ക്. ഓക്കെ. ദ ഔട്ടർ ഹൈപ്പോഡെർമിസ് കൺസിസ്റ്റ് ഓഫ് ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളങ്കൈമാറ്റസ് സെൽസ് ജസ്റ്റ് ബിലോ ദ എപ്പിഡെർമിസ് വിച്ച് പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി യങ്സ്റ്റർ. എന്താ മനസ്സിലായത്? മനസ്സിലായില്ല. കോളങ്കൈമ, പാരങ്കൈമ ആൻഡ് എൻഡോഡെർമിസ്. ഇതാണ് കോർട്ടെക്സിൻ്റെ 3 ലെയറാണ്. ഈ 3 ലെയറിലുള്ള ഈ കോളങ്കൈമ ഉള്ള ലെയറിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഹൈപ്പോഡെർമിസ്. പേരെങ്ങനെ വന്ന് മനസ്സിലായോ? മുകളിൽ എപ്പിഡെർമിസ്. എപ്പി പറഞ്ഞാൽ മുകളിൽ, ഹൈപ്പോ പറഞ്ഞാൽ താഴെ. എപ്പിഡെർമിസിൻ്റെ താഴെ ഹൈപ്പോഡെർമിസ്. ഓക്കെ. എപ്പിഡെർമിസിൻ്റെ താഴെ കാണുന്ന ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾഡ് കോളങ്കൈമാറ്റസ് ലെയറാണെന്ത്? ഹൈപ്പോഡെർമിസ്. കോളങ്കൈമ ആയതുകൊണ്ട് തന്നെ എന്താ പ്രൊവൈഡ് ചെയ്യുക? മെക്കാനിക്കൽ സ്ട്രെങ്ത്താണ് പ്രൊവൈഡ് ചെയ്യുക. ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. ദ ഔട്ടർ ഹൈപ്പോഡെർമിസ് അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണല്ലോ, കോർട്ടെക്സിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ. ദ ഔട്ടർ ഹൈപ്പോഡെർമിസ് കൺസിസ്റ്റ് ഓഫ് ഫ്യൂ ലെയേഴ്സ് ഓഫ് കോളങ്കൈമ. അപ്പോൾ ഹൈപ്പോഡെർമിസിൽ ആരുള്ളത്? കോളങ്കൈമ. ബിലോ ദ എപ്പിഡെർമിസ് വിച്ച് പ്രൊവൈഡ് ദി മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി യങ് സ്റ്റെം. എന്താ പ്രൊവൈഡ് ചെയ്യുക? മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുക. എപ്പിഡെർമിസിൻ്റെ താഴെ ആരാളുള്ളത്? ഹൈപ്പോഡെർമിസ് ആരെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കോളങ്കൈമൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. കഴിഞ്ഞില്ലേ? ഇനി അതിൻ്റെ രണ്ടാമത്തെ ലെയർ ഏതാണ്? കോർട്ടിക്കൽ ലെയർ. രണ്ടാമത്തെ ലെയറിനെ പറയുന്ന പേരാണ് കോർട്ടിക്കൽ ലെയർ. എവിടെ കാണുക? ബിലോ ദി ഹൈപ്പോഡെർമിസ്. സീൻ ബിലോ ദി ഹൈപ്പോഡെർമിസ്. എന്തൊക്കെ ഉണ്ട്? കൺസിസ്റ്റ് ഓഫ് റൗണ്ടഡ് തിൻ വാൾഡ് പാരങ്കൈമ. അപ്പം ഹൈപ്പോഡെർമിസിൽ ആരാളുള്ളത്? കോളങ്കൈമ. ഹൈപ്പോഡെർമിസിൻ്റെ താഴെ ആരാളുള്ളത്? കോർട്ടിക്കൽ ലെയറിൽ ആരാളുള്ളത്? പാരങ്കൈമ. കോർട്ടിക്കൽ ലെയേഴ്സ് ബിലോ ദ ഹൈപ്പോഡെർമിസ് കൺസിസ്റ്റ് ഓഫ് റൗണ്ടഡ് തിൻ വാൾഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് കോൺസ്പിക്വസ് ഇൻട്രസെല്ലുലാർ സ്പേസ്. ഇവിടെ ഇൻട്രസെല്ലുലാർ സ്പേസ് ഉണ്ട്. പാരങ്കൈമയാണോ ഇൻട്രസെല്ലുലാർ സ്പേസ്? നിർബന്ധ. ഓക്കെ. അപ്പോൾ കോർട്ടിക്കൽ ലെയേഴ്സ് ബിലോ ദ ഹൈപ്പോഡെർമിസ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് തിൻ വാൾഡ് റൗണ്ടഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് കോൺസ്പിക്വസ് ഇന്റർസെല്ലുലാർ സ്പേസ്. മൂന്നാമത്തെ ലെയറാണ് നമ്മൾ ഏത്? ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടെക്സ് ഈസ് കോൾഡ് എൻഡോഡെർമിസ്. The cells of the endodermis are rich in starch grains and the layer is referred to as starch sheath. Okay. അപ്പോൾ ഇന്നർമോസ്റ്റ് ലെയർ ഏതാ? ഇന്നർമോസ്റ്റ് ലെയറായ എൻഡോഡെർമിസ് എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ദേ ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാർച്ച് ഷീത്ത്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ് സ്റ്റാർച്ച് ഷീത്ത്. അപ്പോൾ കോർട്ടെക്സിൻ്റെ ഏത് ലെയറിനെയാണ് നമ്മൾ സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കുക? ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോഡെർമിസ്. നേരത്തെ റൂട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ എൻഡോഡെർമിസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു. എന്താണ്? ദ ടാൻജൻഷ്യൽ ആൻഡ് റേഡിയൽ വാൾസ് ഓഫ് ദ എൻഡോഡെർമിസ് ഹാവ്
കാസ്പാരിയൻ സ്ട്രിപ്സ്. കാസ്പാരിയൻ സ്ട്രിപ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സുബെറിൻ ഡെപ്പോസിഷൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാസ്പാരിയൻ സ്ട്രിപ്സ് ആണ് ഡൈക്കോട്ട് റൂട്ടിൻ്റെ പ്രത്യേകത. പക്ഷേ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകത എന്താ? The innermost layer of the endodermis, it consists of what? Starch sheath. Starch, hence it is called starch sheath. Inner to the cortex comes to the pericycle. പെരിസൈക്കിൾ നമ്മൾ മുന്നേ കണ്ട പെരിസൈക്കിളൊക്കെ ആരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? പാരങ്കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു മേജർ ഡിഫറൻസ് വരുന്നത് ഈ പെരിസൈക്കിളിലാണ്. പെരിസൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാരങ്കൈമ കൊണ്ടല്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എല്ലാ ടൈപ്പ് ടിഷ്യൂം കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് കോളങ്കൈമയെ കണ്ടു, പിന്നെ പാരങ്കൈമയെ കണ്ടു, ഇപ്പോൾ എൻഡോഡെമിസ് കണ്ടു. ഇനി അടുത്തതാണ് സ്ക്ലീറങ്കൈമയെ കാണാൻ പോവുക. അപ്പോൾ സ്ക്ലീറങ്കൈമയെ കാണാൻ പോയെങ്കിൽ നമ്മൾ എവിടെ ഇറങ്ങണം? എൻഡോഡെമിസിൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങണം. എൻഡോഡെമിസിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? പെരിസൈക്കിൾ. പെരിസൈക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് present on the inner side of the endodermis. എൻഡോഡെമിസിൻ്റെ ഉള്ളിലുള്ളത്. ഇനി അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അത് ക്രസൻറ്റ് ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രസൻറ്റ് ഓർ സെമി ലൂണാർ പാച്ചസ് ആയിട്ടാണ് പെരിസൈക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തൊക്കെ സ്കാറ്റേഡ് ആയിട്ട് കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സെമി ലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറങ്കൈമ ആയിട്ടാണ് പെരിസൈക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Pericycle is present on the inner side of the endodermis and above the phloem in the form of semilunar patches of sclerenchyma. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. കാരണം ഈ ഓപ്ഷൻസിൽ സെമി ലൂണാർ പാച്ചസ് ഓഫ് പാരങ്കൈമ, സെമി ലൂണാർ പാച്ചസ് ഓഫ് കോളങ്കൈമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തരും. അപ്പം അതിൽ നമ്മൾ തെറ്റിപ്പോവരുത്. അപ്പം എന്താണ് പെരിസൈക്കിൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെമി ലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറങ്കൈമ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ വാസ്കുലാർ ബണ്ടിൽസ് ദർ ആർ ഫ്യൂ ലെയേഴ്സ് ഓഫ് റേഡിയലി പ്ലേസ്ഡ് പാരങ്കൈമറ്റസ് സെൽസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് മെഡുലറി റേസ്. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മെഡുലറി റേസ് കൂടുതൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ റൗണ്ട് ആയിട്ടുള്ള ഈ ചിത്രം നോക്കുക. ഇതിൽ നോക്കുക, ഔട്ടർ മോസ്റ്റ് ആയിട്ട് എപ്പിഡെമിസ് കാണാം, ഉള്ളിൽ കോർട്ടെക്സ് കാണാം, എൻഡോഡെമിസ് കാണാം. എൻഡോഡെമിസിനായിട്ട് ഈ കോണ് പോലത്തെ ഈ സ്ട്രക്ചർ കണ്ടോ? ഈ കോണ് മാതിരിയുള്ള സ്ട്രക്ചറാണ് വാസ്കുലാർ ബണ്ടിൽ. അതിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഈ കാണുന്ന ഈ സാധനമാണ് പെരിസൈക്കിൾ. പെരിസൈക്കിൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്ക്ലീറങ്കൈമ ആയിട്ടുള്ള പെരിസൈക്കിളിൻ്റെയും ഉള്ളിൽ കാണുന്നതാണ് ആര്? വാസ്കുലാർ ബണ്ടിൽ. ഈ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിൽ കാണുന്ന ടിഷ്യൂ ആണ് മെഡുലറി റേസ്. ഇതാണ് ഇവിടെ പറഞ്ഞ ഈ മെഡുലറി റേസ്. മെഡുലറി റേസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പാരങ്കൈമറ്റസ് സെൽസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി മെഡുലറി റേസ്. Okay, a large number of vascular bundles are arranged in a ring, and the ring arrangement of vascular bundle നമ്മൾ ഈ ഡൈക്കോട്ട് സ്റ്റെം ഇത്ര നേരം പഠിച്ചതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റ് ആണ് ദ റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. കാരണം ഈ റിംഗ് അറേഞ്ച്മെൻറ്റ് എന്തിനാ? റിംഗ് അറേഞ്ച്മെൻറ്റ് ഈസ് ഫോർ ദ സെക്കൻഡറി ഗ്രോത്ത്. പക്ഷേ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് സെക്കൻഡറി ഗ്രോത്ത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ ഈ റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ മെൻഷൻ ആക്കിയത് കൊണ്ട് തന്നെ ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഈ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടോ? ഇതിൻ്റെ ഇന്നറിലുള്ള പാർട്ടാണ് സൈലം, ഔട്ടറിലുള്ള പാർട്ടാണ് ഫ്ലോയം. ഇതിൻ്റെ ഇടയിൽ ആരുണ്ടാവും? കേമ്പിയം ഉണ്ടാവും. ഈ കേമ്പിയം സൈലത്തിനെ ഉള്ളിലോട്ടും ഫ്ലോയത്തിനെ ഔട്ടറിലോട്ടും ഡിവൈഡ് ചെയ്യും. സൈലം ഉള്ളിലോട്ടും ഡിവൈഡ് ചെയ്യും, ഫ്ലോയം ഔട്ടറിലോട്ടും ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു ട്രീൻ്റെ ഗർത്ത് കൂടുക. ഈ ട്രീൻ്റെ ഗർത്ത് കൂടുന്നതിനെ പറയുന്ന പേരാണ് ലാറ്ററൽ ഗ്രോത്ത് ഓർ സെക്കൻഡറി ഗ്രോത്ത്. ഓക്കെ, ഈ ലാറ്ററൽ ഗ്രോത്ത് ഓർ സെക്കൻഡറി ഗ്രോത്തിനെ സഹായിക്കുന്ന മെരിസ്റ്റമാണ് കേമ്പിയം. ഓക്കെ, ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഒരു റിംഗ് ലൈക്ക് അറേഞ്ച്മെൻറ്റിലായിരിക്കും അതാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഓക്കെ, a large number of vascular bundles are arranged in a ring, and the ring arrangement of vascular bundles is the characteristic of dicot stem. Okay, characteristic of dicot stem. Each vascular bundle is conjoined open with endark protoxylem. ഇതിൻ്റെ മൂന്നിൻ്റെയും സെപ്പറേറ്റ് ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കി നോക്കൂ. കൺജോയിൻ്റ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു റേഡിയസ് വരച്ചാൽ അതിൽ തന്നെ ആരൊക്കെ കാണും? ഫ്ലോയത്തിനെയും കാണും, സൈലത്തിനെയും കാണും. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം കൺജോയിൻ്റ് ആണ്.
ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണ്. സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണെങ്കിൽ ആരുണ്ടാവണം, കേമ്പിയം ഉണ്ടാവണം. ഇവിടെ കേമ്പിയവും ഉണ്ട്, അപ്പം ഓപ്പണും ആണ് കൺജോയിൻറ്റും ആണ്. ഇനി അടുത്തതാണ് എൻഡാർക്ക് പ്രോട്ടോസൈലം. ആ ടേം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻഡാർക്ക് എക്സാർക്ക് രണ്ടും എന്താണെന്നൊന്ന് കേട്ട് വെച്ചോളൂ. സൈലം ഉണ്ടാകുമ്പോൾ സൈലം ഇനീഷ്യലി ഉണ്ടാവുന്ന സൈലത്തെ പറയുന്ന പേരാണ് പ്രോട്ടോസൈലം. ഓക്കെ, പ്രോട്ടോസൈലം. ദ ലേറ്റർ ഫോംഡ് സൈലം ഈസ് കോൾഡ് മെറ്റാസൈലം. ഈ ഏർലിയർ ഫോം ആയിട്ടുള്ള പ്രോട്ടോസൈലം പിത്തിലും മെറ്റാസൈലം പെരിഫറിയിലും ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സൈലത്തിനെ പറയുന്ന പേരാണ് എന്ത്, എൻഡാർക്ക് സൈലം. ഓക്കെ, പ്രോട്ടോസൈലം എവിടെ, പിത്ത് ഓർ സെൻറ്ററിൽ. മെറ്റാസൈലം എവിടെ, പെരിഫറിയിൽ. മെറ്റാസൈലം പെരിഫറിയിലും പ്രോട്ടോസൈലം സെൻറ്ററിലും ആണെങ്കിൽ സച്ച് ടൈപ്സ് ഓഫ് സൈലം ഈസ് കോൾഡ് വാട്ട്, എൻഡാർക്ക് സൈലം. ഇതാണ് എൻഡാർക്ക് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എക്സാർക്ക്. എക്സാർക്ക് എങ്ങനെയായിരിക്കും, പ്രോട്ടോസൈലം പെരിഫറിയിലായിരിക്കും, മെറ്റാസൈലം സെൻറ്ററിലായിരിക്കും. പ്രോട്ടോസൈലം പെരിഫറിയിലും മെറ്റാസൈലം സെൻറ്ററിലും ആയിട്ടുള്ള സൈലത്തെ പറയുന്ന പേരാണെന്ത്, എക്സാർക്ക് സൈലം. ഓക്കെ, എക്സാർക്ക് സൈലം നമ്മൾ മെയിനായിട്ട് എവിടെ കാണുക, റൂട്ടിലാണ് കാണുക. എൻഡാർക്ക് സൈലം എവിടെ കാണുക, സ്റ്റെമ്മിലാണ് കാണുക. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ, ഡൈക്കോട്ട് സ്റ്റെം. അതുകൊണ്ടാണ് ഇവരിവിടെ പറഞ്ഞത് എൻഡാർക്ക് പ്രോട്ടോസൈലം. അപ്പോൾ ഈ വാസ്കുലർ ബണ്ടിൻ്റെ 3 ഡെഫിനിഷൻ ഒന്ന് നോക്കി നോക്കൂ. കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, എൻഡാർക്കാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, എ ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് വിച്ച് ഓക്യുപ്പൈ ദ സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റെം കോൺസ്റ്റിറ്റ്യൂട്ട് ദ പിത്ത്. അതായത് ഇതുവരെ നമ്മൾ കണ്ട പിത്തൊക്കെ ഇൻകോൺസ്പിക്യൂസ് ആയിരുന്നു. ഡൈക്കോട്ട് റൂട്ടിനാണെങ്കിൽ പിത്തേ ഇല്ല, ലാർജ്ലി ഇൻകോൺസ്പിക്യൂസ് ആണ്. മോണോകോട്ട് റൂട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ 2 റൂട്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മോണോകോട്ട് റൂട്ടിന് അത്യാവശ്യം കുറച്ചും കൂടി ഒരു ലാർജ് ആയിട്ടുള്ള പിത്തുണ്ട്. പക്ഷേ സ്റ്റെമ്മിലോട്ട് വരുമ്പോൾ ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസ് വിച്ച് ഓക്യുപ്പൈ ദ സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റെം. അതായത് പിത്ത് പറഞ്ഞാൽ ലാർജ് തന്നെയാണ്. അത് നമുക്ക് ചിത്രം നോക്കിയാലേ മനസ്സിലാവാം. ഈ ചിത്രം നോക്കൂ, ഇത്രയും പോർഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പിത്താണ്. പക്ഷേ ഈ ഡൈക്കോട്ട് റൂട്ടിൻ്റെ നോക്കൂ, ഈ സെൻറ്ററിലുള്ള ഈ ഒരു മൈന്യൂട്ട് പോർഷൻ മാത്രമാണ് എന്ത്, പിത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഡൈക്കോട്ട് സ്റ്റെം. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. എന്തൊക്കെയൊക്കെ ഇതിൽ പറയുന്നത്, ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൻ്റെ ഉള്ളിൽ ആരുണ്ട്, കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സ് എത്ര ലെയർ ഉണ്ട്, 3 ലെയർ ഉണ്ട്. ഏതൊക്കെ 3 ലെയർ, ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയർ ആൻഡ് സ്റ്റാർച്ച് ഷീത്ത് ഓർ എൻഡോഡെർമിസ്. ഹൈപ്പോഡെർമിസ് ഏത് ടൈപ്പ് ഓഫ് സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോളങ്കൈമ. അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. എന്താ പ്രൊവൈഡ് ചെയ്യുക, മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഇനി അതിന് താഴെ വരുന്ന കോർട്ടിക്കൽ ലെയർ പാരങ്കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാരങ്കൈമയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസും സ്റ്റോറേജും ആണ്. പിന്നെ അതിനും താഴെ വരുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ആണ് എന്ത്, എൻഡോഡെർമിസ്. എൻഡോഡെർമിസിൽ ഈ എൻഡോഡെർമിസിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ എൻഡോഡെർമിസിൽ മെയിനായിട്ട് എന്തുണ്ട്, സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വിളിച്ചു സ്റ്റാർച്ച് ഷീത്ത്. ഇന്നർ ടു എൻഡോഡെർമിസ് ലൈസ് ദ പെരിസൈക്കിൾ. ഇവിടുത്തെ പെരിസൈക്കിളിൻ്റെ പ്രത്യേകത എന്താ, സ്ക്ലീറൻകൈമ കൊണ്ട് ഉണ്ടാക്കിയ പെരിസൈക്കിളാണ്. അപ്പോൾ എന്ത് ഷേപ്പിലാണ് കണ്ടത്, നമ്മൾ സെമിലൂണാർ പാച്ചസ് ആയിട്ടാണ് കണ്ടത്. ഓക്കെ അല്ലേ, സെമിലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറൻകൈമ ആയിട്ടാണ് കണ്ടത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ വാസ്കുലർ ബണ്ടിൽസ് ദർ ആർ സെവറൽ ലെയേഴ്സ് ഓഫ് പാരങ്കൈമാറ്റസ് സെൽസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് മെഡുലറി റേസ്. ഈ മെഡുലറി റേസ് ഒക്കെ എന്തിനാണ് സഹായിക്കുക എന്നാണ് പറഞ്ഞത്, സെക്കൻഡറി ഗ്രോത്തിനാണ് സഹായിക്കുക പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് റിംഗ് ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഇൻ ദ ഡൈക്കോട്ട് സ്റ്റെം. ഓക്കെ, റിംഗ് ലൈക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഇൻ ദ ഡൈക്കോട്ട് സ്റ്റെം ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ ഡൈക്കോട്ട് സ്റ്റെം. ഓക്കെ, പിന്നെ വാസ്കുലർ ബണ്ടിൻ്റെ പ്രത്യേകത 3 പോയിൻ്റാണ് പറഞ്ഞത്. കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, എൻഡാർക്ക് പ്രോട്ടോസൈലമാണ്. ഓക്കെ, കൺജോയിൻ്റ് ആണ്, ഓപ്പൺ ആണ്, എൻഡാർക്ക് പ്രോട്ടോസൈലമാണ്. എ ലാർജ് നമ്പർ ഓഫ് റൗണ്ടഡ് പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ഓക്യുപ്പൈസ് ദി സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്റ്റെം വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പിത്ത്. ഇവിടുത്തെ പിത്ത് എന്ന് പറഞ്ഞാലും ലാർജ് ആണ്.
ഓക്കെ. ഇനി അടുത്തത് മോണോകോട്ടിലിയുടെ സ്റ്റെമ്മ്. ഡൈക്കോട്ടിൽ നിന്ന് മോണോകോട്ടിലേക്ക് വരുമ്പോൾ സ്ട്രക്ചറലി അത്ര ഡിഫറൻസ് ഒന്നുമില്ല. ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് അത് മാത്രമാണ് മെയിനായിട്ട് നോക്കുന്നത്. ദ മോണോകോട്ട് സ്റ്റെം ഹാസ് ക്ലിയറെങ്കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. ഓക്കെ, നമ്മൾ അവിടുത്തെ ഹൈപ്പോഡെർമിസിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? കോളങ്കൈമ. പക്ഷേ ഇവിടുത്തെ ഹൈപ്പോഡെർമിസ് ആരാ? ക്ലിയറെങ്കൈമ. ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ് ഈച്ച് സറൗണ്ടഡ് ബൈ എ ക്ലിയറെങ്കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്, എ ലാർജ് കോൺസ്പിക്യൂസ് പാരങ്കൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഇതാണ് ഈ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നിന്ന് മോണോകോട്ട് സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ ഉള്ള മേജർ ഡിഫറൻസ്. അതായത് സ്കാറ്റേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. സ്കാറ്റേർഡ്, അവിടുത്തെ വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്തിരിക്കുന്നത്? റിംഗ് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സ്കാറ്റേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ്. സ്കാറ്റേർഡ് മാത്രമല്ല, അതിന് ചുറ്റിയിട്ട് ആരുണ്ട്? ക്ലിയറെങ്കൈമാറ്റസ് ബണ്ടിൽ ഷീത്തിൻ്റെ കവറിങ്ങും കൂടിയുണ്ട്. ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും സ്കാറ്റേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, തീരെ ഓർഡർലി അല്ല. ഓക്കെ, ഇനി അടുത്തത് പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് ആർ ജനറലി സ്മോളർ ദാൻ ദി സെൻട്രലി ലൊക്കേറ്റഡ് വൺസ്. അതും ചിത്രത്തിൽ നിന്ന് ക്ലിയർ ആണ്. സെൻട്രലിലൊക്കെ കാണുന്ന വാസ്കുലാർ ബണ്ടിൽസ് ലാർജാണ് റൗണ്ട്. ഇത് പെരിഫറലിലേക്ക് പോകുന്തോറും അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, ദ വാസ്കുലാർ ബണ്ടിൽസ് ആർ കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ്. അവിടുത്തെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ വാസ്കുലാർ ബണ്ടിൽ എങ്ങനെയായിരുന്നു? കൺജോയിൻ്റ് ആയിരുന്നു, ഓപ്പൺ ആയിരുന്നു, എൻഡാർക്ക് പ്രോട്ടോസൈലം ആയിരുന്നു. ഇവിടെ എങ്ങനെയാണ്? കൺജോയിൻ്റ് ആണ്, പക്ഷേ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആവാൻ കാരണം എന്താ? കേമ്പിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ അല്ല. പിന്നെ നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ആക്കാം. എന്ത്? എൻഡാർക്ക് കൂടിയായിരിക്കും. എന്ത്? സൈലം എൻഡാർക്ക് സൈലം ആയിരിക്കും. The phloem parenchyma is absent. Usually phloem parenchyma absent ആയിരിക്കും. And water containing cavities are present within the vascular bundles. അല്ല, പൗസ് ചെയ്താൽ പോരെ? ഈ ഐപാഡിൻ്റെ 13:12 അല്ല, എൻ്റെ ആക്കണ്ടല്ലോ. എൻ്റെ ആക്കണ്ടല്ലോ. എൻ്റെ ഇതില്ല, നേരത്തെ പൗസാക്കി ഇട്ടിരിക്കുന്നില്ലേ?
ആ ഏത് രണ്ടോ ഓൺ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് ലീഫിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡൈക്കോട്ടിനസ് ലീഫ്. ഡൈക്കോട്ട് ലീഫിനെ പറയുന്ന വേറെ ഒരു പേരാണ് ഡോഴ്സി വെൻട്രൽ ലീഫ്. അതായത് നമ്മൾ നാട്ടിൽ കാണുന്ന ഒരുവിധം ലീഫ് മൊത്തം ഡോഴ്സി വെൻട്രൽ ലീഫാണ്. അപ്പോൾ രണ്ടാമത്തെ ലീഫ് ഏതാ? മോണോക്കോട്ട് ലീഫ്. മോണോക്കോട്ട് ലീഫ് ഓർ ഐസോ ബൈലാറ്ററൽ ലീഫ്. ഐസോ ബൈലാറ്ററൽ ലീഫ് എന്ന് പറഞ്ഞാൽ മോണോക്കോട്ടിൻ്റെ ലീഫ്. അതായത് നമ്മൾ ഈ നെൽച്ചെടികളുടെയും ഗോതമ്പിൻ്റെ ഒക്കെ കാണുന്ന ആ ടൈപ്പ് ലീഫാണ് ഐസോ ബൈലാറ്ററൽ ലീഫ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോഴ്സി വെൻട്രൽ ലീഫിനെ കുറിച്ച് നോക്കാം. ഒരു വെർട്ടിക്കൽ സെഷൻ ഓഫ് ലീഫാണ് നമുക്കിവിടെ പിക്ചറായിട്ട് തന്നിരിക്കുന്നത്. ഇറ്റ് ഷോസ് ദ ലാമിന ഷോസ് മെയിൻലി 3 പാർട്സ്. ഏതൊക്കെ പാർട്സ്? എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലാർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ ടിഷ്യൂ സിസ്റ്റം തന്നെ. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, മീസോഫിൽ എന്തായിട്ട് വരും? ഗ്രൗണ്ട് ടിഷ്യൂ ആയിട്ട് വരും. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആയിട്ട് വരും. അപ്പോൾ എപ്പിഡെർമിസ്. ഇപ്പോൾ ബാക്കിയുള്ള എപ്പിഡെർമിസ് മാതിരിയല്ല, ഇതിൻ്റെ എപ്പിഡെർമിസ് 2 ലെയറായിട്ടുണ്ടായിരിക്കും. ഒന്ന് മുകളിലുള്ള അഡാക്സിയൽ എപ്പിഡെർമിസും താഴെ കാണുന്ന അബാക്സിയൽ എപ്പിഡെർമിസും. ദ എപ്പിഡെർമിസ് വിച്ച് കവർ ബോത്ത് ദ അപ്പർ സർഫസ് ഈസ് കോൾഡ് അഡാക്സിയൽ എപ്പിഡെർമിസ് ആൻഡ് ദ ലോവർ സർഫസ് ഈസ് കോൾഡ് അബാക്സിയൽ എപ്പിഡെർമിസ്. ആൻഡ് ലീഫ് ഹാസ് എ കോൺസ്പിക്വസ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിളിൻ്റെ ആവശ്യം എന്താ? ക്യൂട്ടിക്കിൾ പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ എപ്പിഡെർമിസിൽ എന്തൊക്കെ ഉണ്ട്? എപ്പിഡെർമിസ് മെയിനായിട്ട് 2 ഉണ്ട്. ദ അപ്പർ അഡാക്സിയൽ ആൻഡ് ലോവർ അബാക്സിയൽ എപ്പിഡെർമിസ്. ഓക്കെ, ദ അബാക്സിയൽ എപ്പിഡെർമിസ് ജനറലി ബിയേഴ്സ് മോർ സ്റ്റൊമാറ്റ ദാൻ ദി അഡാക്സിയൽ എപ്പിഡെർമിസ്. അതിൻ്റെ ആവശ്യം എന്താ? അബാക്സിയൽ എപ്പിഡെർമിസ് ഹാസ് മോർ സ്റ്റൊമാറ്റ ദാൻ ദി അഡാക്സിയൽ എപ്പിഡെർമിസ്. ഈ അഡാക്സിയൽ എപ്പിഡെർമിസിൽ സ്റ്റൊമാറ്റ കൂടുതൽ വെച്ചാൽ ട്രാൻസ്പിറേഷനും ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും കൂടുതലായിട്ട് നടക്കും. അപ്പോൾ ലീഫ് പെട്ടെന്ന് കേൾ ചെയ്യാനും പെട്ടെന്ന് വാട്ടർ ലോസായി ഡ്രൈ ആയി ഡെഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റൊമാറ്റേൻ്റെ എമൗണ്ട് അബാക്സിയൽ എപ്പിഡെർമിസിൽ കൂടുതലാക്കാനും അഡാക്സിയൽ എപ്പിഡെർമിസിൽ കുറവായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും കാരണം. ദ ലേറ്റർ മേ ഈവൻ ലാക്ക് ദ സ്റ്റൊമാറ്റ. അതായത് അഡാക്സിയൽ എപ്പിഡെർമിസിൽ ചിലപ്പോൾ സ്റ്റൊമാറ്റയെ കാണാൻ തന്നെ പറ്റിയെന്ന് വരില്ല. ദ ടിഷ്യൂ ബിറ്റ്വീൻ ദ upper and lower epidermis. The tissue between the upper and lower epidermis constitute the ground tissue. ഈ ഗ്രൗണ്ട് ടിഷ്യൂ ലീവ്സിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്? മീസോഫിൽ ആയിട്ട്. അതുകൊണ്ട് തന്നെ ദ ടിഷ്യൂ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഈസ് കോൾഡ് മീസോഫിൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് മീസോഫിൽ. കാരണം മീസോഫിലാണ് ആരുള്ളത്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഹെൽപ്പിലാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ദ മീസോഫിൽ വിച്ച് പോസസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. അതായത് ഈ ഗ്രൗണ്ട് ടിഷ്യൂ ആയിട്ടുള്ള മീസോഫില്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് ആൻഡ് ഇറ്റ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് ആൻഡ് ഈസ് മേഡപ്പ് ഓഫ് പാരങ്കൈമ. എന്തുകൊണ്ടാണ് ഈ മീസോഫില്ല് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? പാരങ്കൈമാറ്റസ് സെല്ല് കൊണ്ടാണ്. ഇറ്റ് ഹാസ് 2 ടൈപ്സ്. അപ്പം ഈ ഗ്രൗണ്ട് ടിഷ്യൂ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുക. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്? പാലിസൈഡ് പാരങ്കൈമയായിട്ടും സ്പോഞ്ചി പാരങ്കൈമയായിട്ടും. ഏതൊക്കെ? പാലിസൈഡ് പാരങ്കൈമ ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ദ അഡാക്സിയലി പ്ലേസ്ഡ് പാരങ്കൈമ ഈസ് കോൾഡ് പാലിസൈഡ് പാരങ്കൈമ. അതായത് അഡാക്സിയൽ എപ്പിഡെർമിസ് ലീവ്സിൻ്റെ മുകളിലുള്ള ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ടിഷ്യൂ ആണ് പാലിസൈഡ് പാരങ്കൈമ അല്ലെങ്കിൽ പാലിസൈഡ് മീസോഫിൽ നമുക്ക് വിളിക്കാം. ഇനി താഴെ അതായത് അബാക്സിയലി പ്ലേസ്ഡ് ആയിരിക്കും സ്പോഞ്ചി പാരങ്കൈമ ഓർ സ്പോഞ്ചി മീസോഫിൽ. ഓക്കെ അല്ലേ? ദ അഡാക്സിയലി പ്ലേസ്ഡ് പാലിസൈഡ് പാരങ്കൈമ ഈസ് മേഡപ്പ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ്. ചിത്രത്തിൽ നമുക്ക് കാണാം ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇലോങ്ങേറ്റഡാ and closely packed without any intercellular space which are arranged vertically and parallelly.
വെർട്ടിക്കലി അറേഞ്ച്ഡ് ഇലോങ്ങേറ്റഡ് സെൽസ് വിത്തൗട്ട് എനി ഇൻ്റർസെല്ലുലാർ സ്പേസ്. അതാണ് എന്ത് പാലിസൈഡ് പാരങ്കൈമ. പാലിസൈഡ് പാരങ്കൈമയുടെ പ്രത്യേകതയാണത്. ഇനി സ്പോഞ്ചി പാരങ്കൈമയാണെങ്കിൽ നോക്കി നോക്കൂ. ദ ഓവൽ റൗണ്ട് ഓർ ലൂസ്ലി അറേഞ്ച്ഡ് സ്പോഞ്ചി പാരങ്കൈമ സിറ്റുവേറ്റഡ് ബിലോ ദി അഡാക്സിയൽ എപ്പിഡെർമിസ് ഓർ നിയർ ദി അബാക്സിയൽ എപ്പിഡെർമിസ്. ഇറ്റ് ഈസ് കോൾഡ് സ്പോഞ്ചി പാരങ്കൈമ. സ്പോഞ്ചി പാരങ്കൈമയുടെ പ്രത്യേകത എന്താ? ദർ ആർ അബണ്ടൻറ്റ് ഇൻ്റർസെല്ലുലാർ സ്പേസ്, ദർ ആർ ന്യൂമറസ് ലാർജ് സ്പേസസ് ആൻഡ് എയർ കാവിറ്റീസ് ബിറ്റ്വീൻ ദീസ് സെൽസ്. എന്താണ്? ദർ ആർ അബണ്ടൻറ്റ് എയർ സ്പേസസ് ആൻഡ് എയർ കാവിറ്റീസ് ബിറ്റ്വീൻ ദീസ് സെൽസ്. അതുകൊണ്ട് തന്നെയാണ് അതിനെന്ത് പറയുന്നത്? ലൂസ് സ്പോഞ്ചി പാരങ്കൈമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് മീസോഫില്ല്. മീസോഫില്ല് എങ്ങനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു? സ്പോഞ്ചി പാരങ്കൈമയായിട്ടും പാലിസൈഡ് പാരങ്കൈമയായിട്ടും. പാലിസൈഡ് പാരങ്കൈമ മെയിൻലി എവിടെ കാണുക? അഡാക്സിയലി പ്ലേസ്ഡ് ആയിരിക്കും. ദേ ആർ ഇലോങ്ങേറ്റഡ് വെർട്ടിക്കലി അറേഞ്ച്ഡ് വിത്തൗട്ട് എനി ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഇനി രണ്ടാമത്തെ താഴോട്ട് വരുമ്പോൾ കാണുന്ന ഗ്രൗണ്ട് ടിഷ്യൂ ആണ് ഏത്? സ്പോഞ്ചി പാരങ്കൈമ. സ്പോഞ്ചി പാരങ്കൈമ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യിക്കുന്നത്? ദേ ആർ ലൂസ്ലി അറേഞ്ച്ഡ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഓവൽ ആവാം, റൗണ്ട് ആവാം. ഓവൽ, റൗണ്ട്, ലൂസ്ലി അറേഞ്ച്ഡ് ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് കോൾഡ് സ്പോഞ്ചി പാരങ്കൈമ. അവരിൽ എന്തുണ്ട്? ലാർജ് എമൗണ്ട് ഓഫ് എയർ കാവിറ്റീസ് ആൻഡ് എയർ സ്പേസസ് ആർ പ്രസൻറ്റ്. ഇപ്പോൾ നമ്മൾ എപ്പിഡെർമിസ് പറഞ്ഞു. എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ടിഷ്യൂ പറഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് വാസ്കുലാർ സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റം ഇൻക്ലൂഡ് വാസ്കുലാർ ബണ്ടിൽസ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ദ വെയിൻസ് ആൻഡ് മിഡ്രിബ്. അതായത് ഒരു ഇല എടുത്തിട്ട് നമ്മൾ നോക്കിയാൽ അതിൽ കാണുന്ന വെയിൻസും മിഡ്രിബൊക്കെ ഉണ്ടാവുമല്ലോ. അതിലാണ് ആരെ കാണുക? വാസ്കുലാർ സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റത്തിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആർ മെയിൻലി സീൻ ഓൺ ദ മിഡ്രിബ് ആൻഡ് വെയിൻസ്. ഓക്കെ, the size of the vascular bundle depend on the size of the veins. അതായത് ചെറിയ വെയിൻ ആണെങ്കിൽ അതിലുള്ള വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസ് ചെറുതായിരിക്കും. മിഡ്രിബിലാണ് ഈ വാസ്കുലാർ ബണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അതിനനുസരിച്ചിട്ട് വലുതായിരിക്കും. The size of the vascular bundles are depend on the size of the veins. The veins vary in thickness in the reticulate venation in the dicot leaves. നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് പഠിക്കും റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. ഈ റെറ്റിക്കുലേറ്റ് വീനേഷനിൽ ഈ വെയിൻസിൻ്റെ സൈസ് വേറെ വേറെ ആയിരിക്കും. വെയിൻസിൻ്റെ സൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസും വേരി ചെയ്യും. അത് ആരെല്ലാം കാണാമെന്നാണ് പറയുന്നത്? ഡൈക്കോട്ട് ലീവ്സ്. ഓക്കെ, ദ വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെൽസ്. ഇമ്പോർട്ടൻ്റ് ആണ് ബണ്ടിൽ ഷീത്ത് സെൽസ്. എവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്? ഫോട്ടോസിന്തസിസ് ഓഫ് പ്ലാന്റ്സ്. ബണ്ടിൽ ഷീത്ത് സെൽ. ദ വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് തിക്ക് വാൾഡ് ബണ്ടിൽ ഷീത്ത് സെൽസ്. ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് വാസ്കുലാർ ബണ്ടിൽ. ഈ നീല കളറിൽ കാണുന്ന ഈ ടിഷ്യൂവിനെ സറൗണ്ട് ചെയ്തിട്ട് ഉള്ള തിക്ക് വാൾഡ് സെൽസിനെ പറയുന്ന പേരാണ് ബണ്ടിൽ ഷീത്ത് സെൽ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് ഡോഴ്സി വെൻട്രൽ ലീഫിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഡോഴ്സി വെൻട്രൽ ലീഫ് മെയിനായിട്ട് ഏത് ടൈപ്പ് പ്ലാന്റിലാണ് കാണുക? ഡൈക്കോട്ടിലാണ് കാണുക. ഇനി അതിൻ്റെ എപ്പിഡെർമിസ് എങ്ങനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ഉണ്ട്? അപ്പർ അഡാക്സിയൽ ആൻഡ് ലോവർ അബാക്സിയൽ എപ്പിഡെർമിസ് ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ സ്റ്റൊമാറ്റ രണ്ട് എപ്പിഡെർമിസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അബാക്സിയൽ എപ്പിഡെർമിസിലായിരിക്കും സ്റ്റൊമാറ്റ കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അഡാക്സിയൽ എപ്പിഡെർമിസിൽ സംടൈംസ് സ്റ്റൊമാറ്റ ഉണ്ടാവാനേ ചാൻസ് ഇല്ല. എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഗ്രൗണ്ട് ടിഷ്യൂ. ലീവ്സിൽ മെയിനായിട്ട് മീസോഫില്ലാണ്. മീസോഫിൽ സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അഡാക്സിയലി പ്ലേസ്ഡ് പാലിസൈഡ് പാരങ്കൈമയും അബാക്സിയലി പ്ലേസ്ഡ് ലൂസ് സ്പോഞ്ചി പാരങ്കൈമയുമായിട്ട് മാറിയിട്ടുണ്ട്. The palisade parenchyma are elongated vertically arranged cells. Okay, palisade parenchyma are elongated vertically arranged, compactly arranged without any intercellular space.
പക്ഷേ സ്പോഞ്ചി പാരങ്കൈമ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ദേ ആർ റൗണ്ട് ഓർ ഓവൽ ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് എയർ ക്യാവിറ്റീസ് ആൻഡ് എയർ സ്പേസസ്. മൂന്നാമത്തെ സിസ്റ്റമാണ് എന്ത്? വാസ്കുലാർ സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റം മെയിൻലി വാസ്കുലാർ ബണ്ടിൽസ് ഏതിലാണ് കാണുക? വെയിൻസിലും മിഡ്രിബിലും ആണ് കാണുക. മിഡ്രിബിൻ്റെയും വെയിൻസിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസും വേരി ചെയ്യും. ഇൻ ഡൈക്കോട്ട് ലീവ്സിൻ്റെ പ്രത്യേകത എന്താ? ദേ ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷനിൽ വെയിൻസിൻ്റെയും മിഡ്രിബിൻ്റെയും സൈസ് വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലുള്ള വാസ്കുലാർ ബണ്ടിൽസിൻ്റെയും സൈസ് ലാർജ്ലി വേരി ചെയ്യും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞതാണ് ബണ്ടിൽ ഷീറ്റ് സെൽ. ദ വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ബൈ എ തിക്ക് വാൾഡ് സെൽ കോൾഡ് ബണ്ടിൽ ഷീറ്റ് സെൽ. അതിൻ്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് തന്നെയാണ്. ഇനി അടുത്തതാണ് ഐസോ ബൈലാറ്ററൽ ഓർ മോണോകോട്ടിലിഡനസ് ലീഫ്. ഓക്കെ, ദ അനാട്ടമി ഓഫ് ഐസോ ബൈലാറ്ററൽ ലീഫ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡോസി വെൻട്രൽ ലീഫ്. അതായത് അനാട്ടമി ഓൾമോസ്റ്റ് സെയിം ആണ്, സം ഡിഫറൻസ് മാത്രമേ കാണുള്ളൂ. ഇറ്റ് ഷോസ് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ്. എന്തൊക്കെയാണ് ആ ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ആൻ ഐസോ ബൈലാറ്ററൽ ലീഫ്, ദ സ്റ്റൊമാറ്റ ആർ പ്രസൻറ്റ് ഓൺ ബോത്ത് സർഫസ് ഓഫ് ദ എപ്പിഡെർമിസ്. ഡോസി വെൻട്രൽ ലീഫിൽ എങ്ങനെയായിരുന്നു? സ്റ്റൊമാറ്റ താഴ്ഭാഗത്തായിരുന്നു കൂടുതൽ, അതായത് അബാക്സിയൽ എപ്പിഡെർമിസിലായിരുന്നു കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ ഒരു ഐസോബൈലാറ്ററൽ ലീഫ് എടുക്കുമ്പോൾ സ്റ്റൊമാറ്റ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെയാണ്, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, സ്റ്റൊമാറ്റയാണ് ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സ്റ്റൊമാറ്റ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ദ മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. ഡൈക്കോട്ടായിട്ടുള്ള ഏത് ഡോസി വെൻട്രൽ ലീഫിൽ എങ്ങനെയായിരുന്നു? മീസോഫിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പാലിസൈഡ് പാരങ്കൈമയും സ്പോഞ്ചി പാരങ്കൈമയും ആയിട്ട് മാറി. പക്ഷേ മോണോകോട്ടിൽ അത് മീസോഫിൽ ഡിഫറൻഷിയേഷനേ നടക്കുന്നില്ല. മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ഏതിൽ? മീസോഫിലാണ് രണ്ടാമത്തെ ഡിഫറൻസ് വരുന്നത്. ഇനി in grasses, certain adaxial epidermis cells along the veins modify themselves into large empty colorless cells called bulliform cells. അത് കുറേ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, bulliform cells. അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ പഠിക്കുക. ഇൻ ഗ്രാസസ് സെർട്ടൈൻ അഡാക്സിയൽ സെൽസ്, അതായത് മുകളിൽ കാണുന്ന എപ്പിഡെർമൽ സെൽസ്, ദേ along the veins modify themselves to large empty കളർലെസ് സെൽസ്. ലാർജ് എംറ്റി കളർലെസ് സെൽസ് ആയിട്ട് അഡാക്സിയൽ എപ്പിഡെർമിസ് സെൽസ് മോഡിഫൈ ചെയ്യും. അങ്ങനത്തെ സെല്ലിനെ പറയുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. വെൻ ബുള്ളിഫോം സെൽസ് ഇൻ ദ ലീവ്സ് ഹാവ് അബ്സോർബ്ഡ് വാട്ടർ അബ്സോർബ് ചെയ്താൽ ബുള്ളിഫോം സെൽസ് എന്തായിട്ട് മാറും? ടെർജിഡായിട്ട് മാറും. ടെർജിഡായിട്ട് മാറിയ ഇതിൻ്റെ ഈ ലീവ് സർഫസിനെ ക്ലോസ് ചെയ്തിട്ട് സണ്ണിൽ നിന്നുള്ള എക്സ്പോഷർ കുറയ്ക്കും. When the bulliform cells in the leaves have absorbed water, they are turgid. The leaf surface is exposed. ടർജിഡ് ആയ ലീവ് സർഫസ് എക്സ്പോസ്ഡ് ആവുക ചെയ്യുക. അപ്പോൾ സണ്ണിനുള്ള എക്സ്പോഷർ കൂട്ടുമ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ ട്രാൻസ്പിറേഷൻ വഴി റിമൂവ് ആക്കാൻ സാധിക്കും. പക്ഷേ വെൻ ദ വാട്ടർ സ്ട്രെസ്സിൻ്റെ സമയത്ത് ലീവ്സ് എങ്ങനെയായിരിക്കും? ഫ്ലാസിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫ്ലാസിഡ് ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് ബുള്ളിഫോം സെൽസും ഫ്ലാസിഡ് ആയിരിക്കും. അപ്പോൾ അത് ഏർലി ആയിട്ട് തന്നെ ലീവ്സിനെ കേളാക്കി കഴിഞ്ഞാൽ സണ്ണുമായിട്ടുള്ള എക്സ്പോഷർ കുറയുകയും വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻ പാരലൽ വീനേഷൻ ഇൻ മോണോകോട്ട് ലീവ്സ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ നിയർ സിമിലർ സൈസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയതുകൊണ്ട് തന്നെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസ് വേരി ചെയ്തു. പക്ഷേ ഇവിടെ മോണോകോട്ടിൽ പാരലൽ വീനേഷൻ ആയതുകൊണ്ട് തന്നെ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ സൈസിൽ വലിയൊരു വേരിയേഷൻ കാണുന്നില്ല. ദ പാരലൽ വീനേഷൻ ഇൻ മോണോകോട്ട് ലീവ്സ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ നിയർ സിമിലർ സൈസ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ, ആസ് സീൻ ഇൻ വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് ദ ലീവ്സ്. ഇപ്പോൾ മെയിനായിട്ട് എത്ര ഡിഫറൻസാണ് നമ്മൾ പറഞ്ഞത്? 4 ഡിഫറൻസും എക്സ്ട്രാ ഒരു ബുള്ളിഫോം സെൽസ്, അങ്ങനെ ടോട്ടൽ 5 ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെ ഡിഫറൻസ്? ഫസ്റ്റത്തെ സ്റ്റൊമാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റൊമാറ്റ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ എപ്പിഡെർമിസ്. രണ്ടാമത്തെ മീസോഫിൽ
മീസോഫിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഡൈക്കോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മോണോക്കോട്ടിൽ ഇറ്റ് ഈസ് ഡസ് നോട്ട് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. മൂന്നാമത്തെ ഡിഫറൻസ് ആണ് എന്ത്, ഈ ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ ദി ഗ്രാസസിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ബുള്ളിഫോം സെൽസ്. ഏത് സെൽസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ബുള്ളിഫോം സെൽസ് ഉണ്ടാവുന്നത്? ദ അഡാക്സിയൽ എപ്പിഡെംസ്, ചില സെൽസ് ദേ ബിക്കം ലാർജ്, കളർലെസ് ആൻഡ് എംപ്റ്റീസ്, ദേ ഫോം ബുള്ളിഫോം സെൽസ്. അതിൻ്റെ പ്രത്യേകത എന്താ? അത് ടർജിഡ് ആണെങ്കിൽ ലീവ് സർഫസ് എക്സ്പോസ് ചെയ്തിട്ട് വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കും. വാട്ടർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഫ്ലാസിഡ് ആക്കിയിട്ട് അതിന് അഡാപ്റ്റ് ചെയ്തിട്ട് നിർത്തും. നാലാമത്തെ ഡിഫറൻസ് എന്താ? മോണോക്കോട്ട് ലീവ്സിന് പാരലൽ വീനേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് വാസ്കുലർ ബണ്ടിൽസിൻ്റെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ ഇൻ സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്നായിട്ടാണ് ഈ ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ടിഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ അനാട്ടമി ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട്, റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കവർ ചെയ്തു, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം കവർ ചെയ്തു, മൂന്നാമത്തെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അനാട്ടമി ഓഫ് ഡൈക്കോട്ട് റൂട്ട് പഠിച്ചു, മോണോക്കോട്ട് റൂട്ട് പഠിച്ചു, ഡൈക്കോട്ട് സ്റ്റെമ്മ് പഠിച്ചു, മോണോക്കോട്ട് സ്റ്റെമ്മ് പഠിച്ചു, പിന്നെ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീവ്സ് പഠിച്ചു. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററിന് ടെക്സ്റ്റ് വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതോടുകൂടി ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 2 or 3 ക്വസ്റ്റ്യനാണ് സാധാരണ നീറ്റിനെ കണ്ടിട്ടുള്ളത്. അത് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ കാണാം. ബൈ, താങ്ക് യു.